എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകി ഊർജം പകർന്നുകൊണ്ടിരിക്കുന്ന ഈ അഖില ബ്രഹ്മാണ്ടത്തിൻ്റെയും ചൈതന്യമായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണു ഭഗവാനാണ് നമ്മളെ എല്ലാവരെയും ഇവിടെ ചേർക്കുന്നതും പിരിക്കുന്നതുമെല്ലാം. അതിൻ്റെ ശക്തികൾ പകർന്നു തരുന്നത് ആചാര്യന്മാരാണ്. പരമ ആചാര്യനായിട്ടുള്ള അഭിവന്ദ്യനായിട്ടുള്ള ശ്രീ ഭൂമാനന്ദ തീർത്ഥ ഗുരുജി, അതുപോലെ തന്നെ ഈ ഒരു വേദിയിലേക്ക് എന്നെ ക്ഷണിച്ച വിശിഷ്ട വ്യക്തിത്വങ്ങൾ, അതിൽ വിജയകുമാർ സാറുണ്ട്, രമേശ് സാറുണ്ട്, അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് നിൽക്കുന്ന സഹായിക്കുന്ന ഇവിടുത്തെ ഏറ്റവും വിശിഷ്ടരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ, എല്ലാവർക്കും ആദ്യം തന്നെ ഞാൻ നമസ്കാരം പറയട്ടെ. ഇവിടേക്ക് ഈ ഒരു തവണ കൂടി ഇനി ഒരിക്കൽ കൂടി നമുക്ക് കാണേണ്ടി വരും. അപ്പോൾ ആ ഒരു വരവിന് ഭഗവാൻ തന്നെയാണ് കാരണമായിട്ട് നിൽക്കുന്നത് എന്നുള്ള ഒരു സന്തോഷം. എല്ലാവരെയും കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇത്രയും അധികം ജനങ്ങൾ ഭാഗവതം പഠിക്കാനും അതിലെ ഓരോ വരിയിലൂടെ സഞ്ചരിക്കാനും ഉത്സുകരായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഭഗവാനോട് ഞാൻ നന്ദി പറയുകയാണ്. ഇത്രയും പേരെ അഭിസംബോധന ചെയ്യാൻ എനിക്ക് ഈ ഒരു പദവിയിൽ അല്ലെങ്കിൽ ഈ ഒരു കസേരയിൽ ഇരിക്കാൻ പറ്റിയതിൽ ഞാൻ വളരെ കൃതാർത്ഥയാണ്. നമുക്ക് കഴിഞ്ഞ മാസമാണ്, പക്ഷെ കഴിഞ്ഞ ദിവസം പോലെ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ മുമ്പ് നടന്നൊരു സത്സംഗമായിട്ടാണ് എനിക്കത് തോന്നണത്. ഇവിടെ നിന്ന് പോയിട്ട് അധികമായില്ല, അപ്പോഴേക്കും തന്നെ നമ്മൾ ഇവിടെ എത്തി. ആ കാലചക്രത്തിൻ്റെ വേഗത കൂടിയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നിമിഷങ്ങൾ എന്ന് പറയണത് പോലെയാണ് കൊല്ലങ്ങളും കാലങ്ങളും ഒക്കെ കഴിയണത്. അങ്ങനെ 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 ഓരോരുത്തരും കാലയവനികയ്ക്ക് അപ്പുറത്തേക്ക് പോവുകയും ചെയ്യും. ഇതിൻ്റെ ഈ ചക്രനേമിക്രമേണ ചക്രം ഇങ്ങനെ തിരിയുന്നത് പോലെയാണ് ജീവിതങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ വളരെ തുച്ഛമായിട്ടുള്ളൊരു നേരത്ത് ഒരു മനുഷ്യജന്മം കിട്ടി ഇവിടെ വരുമ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തണം. ചീത്ത കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് സമയമൊന്നും കണ്ടെത്തണ്ട, അത് തന്നെ വന്നോളും. നമ്മൾ അറിയാതെ അതിലേക്ക് ഇടപെട്ട് പോവുകയും ചെയ്യും. അപ്പോൾ നന്നാവാൻ നല്ലവണ്ണം പ്രയത്നിക്കുക തന്നെ വേണം. അതിനു വേണ്ടിയിട്ട് ഈ സത്സംഗങ്ങളൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ആ പരമപുരുഷനെ നമസ്കരിക്കാതെ നമുക്കൊന്നും ചെയ്തു തുടങ്ങാൻ പറ്റില്ല. അതാണിവിടെ ധ്രുവനെ കൊണ്ട് പറയിക്കണത്. ആരാണോ എന്നിൽ പ്രവേശിച്ചിട്ട് യോന്തഃ പ്രവിശ്യ, എൻ്റെ മനസ്സിലേക്ക് പ്രവേശിച്ചിട്ട് എൻ്റെ എല്ലാ ശക്തികളെയും പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, അത് വാക്കുണ്ട്, അതുപോലെ ഉറങ്ങിക്കിടക്കുന്ന വാക്കുകളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ളത് നമ്മൾ പലപ്പോഴും അറിയില്ല. വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേറൊരാളോട് സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വാക്കുകളൊക്കെ നമ്മുടെ ഉള്ളിലാണ് ഉറങ്ങിക്കിടക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണത്. അത് ഭഗവത് സ്തുതിപരങ്ങളാവുമ്പോഴോ കൂടുതൽ സൗരഭ്യമുള്ളതാവുന്നു. അതാണ് ധ്രുവൻ പറഞ്ഞത്, എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ വാക്കുകളെ ആരാണോ ജീവൻ നൽകി പുറത്തേക്ക് കൊണ്ടുവരുന്നത്, സഞ്ജീവയതി, ജീവൻ കൊടുത്തുകൊണ്ട് എല്ലാവർക്കും കേൾക്കാൻ പാകത്തിലാക്കി തരുന്നത്. വാക്കിനെ മാത്രമല്ല, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക് തുടങ്ങിയിട്ടുള്ള എല്ലാ ഇന്ദ്രിയങ്ങളെയും, എന്തിന് എൻ്റെ ഉള്ളിൽ തുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രാണനെ വരെയും, പ്രാണന്റെ അധികാരിയായിട്ട് ഇവിടെ വിളങ്ങുന്ന ഭഗവാൻ പരമപുരുഷൻ, അദ്ദേഹത്തിനെ ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് ധ്രുവൻ അവിടെ പറയുന്ന ഈ ഒരു വരി എത്ര ശക്തിമത്തായിട്ടുള്ള 4 വരികളാണ്. അതെന്നും നമ്മൾ ഓർക്കണം. ഭഗവത് പ്രസാദം കൊണ്ടാണ് നമുക്കിവിടെ ഇങ്ങനെയൊക്കെ സഞ്ചരിക്കാൻ പറ്റണതും സജ്ജനങ്ങളെ കാണാൻ പറ്റുന്നതും സത്കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുന്നതും ഒക്കെ. ആ ബോധം തന്നെയാണ് ഭരതമുനി വഴി, ജഡഭരതൻ എന്ന് പറയുന്ന ഭരതമുനി യോഗീശ്വരൻ വഴി രഘുഗുണൻ തിരിച്ചറിയുന്നതും.
ആ കഥയാണ് നമ്മൾ അതിൻ്റെ തുടക്കമാണ് പറഞ്ഞു നിർത്തിയത്. അതിൽ 11ാമത്തെ അധ്യായത്തിൽ 7 ശ്ലോകം വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 8ാമത്തേത് മുതലാണ് നമുക്ക് പറയാനുള്ളത്. കഥ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കഥ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും ഓർത്തു വയ്ക്കും. അതിൻ്റെ ശാസ്ത്രം ദർശനം എന്നൊക്കെ പറയുമ്പോഴേക്കും കുറേശ്ശെ നമ്മൾ മറന്നു തുടങ്ങും. അതെന്താണെന്ന് വെച്ചാൽ അത് കഥയുടെ സ്വഭാവം അതാണ്. ആൾക്കാരെ തന്നിലേക്ക് വല്ലാതെ അടുപ്പിക്കും കഥകൾ. അപ്പോൾ ഓരോരോ കഥകളിൽ കൂടെയേ നമുക്ക് ശാസ്ത്രങ്ങളും ദർശനങ്ങളും ഒക്കെ പഠിപ്പിച്ചു തരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് മഹാഭാരതത്തിൽ എവിടെ നോക്കിയാലും ഉപദേശങ്ങളാണ് കൊടുക്കണതെങ്കിലും അതിൽ കൂടെയൊക്കെ ഓരോ കഥകൾ ചൊല്ലാറുണ്ടിപ്പഴം കഥ, ഇങ്ങനെ ഒരു പഴംപുരാണമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ കഥയിലൂടെയാണ് ഓരോ ഉപദേശങ്ങളും അർജുനനായാലും മറ്റാർക്കായാലും പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ ഒരു ഭരതമുനിയുടെയും അതുപോലെ രഘുഗുണൻ എന്നു പേരുള്ള രാജാവിൻ്റെയും സംസർഗത്തിനെ പറ്റി, അത് അവർ തമ്മിൽ എങ്ങനെയാണ് കൂടിച്ചേർന്നത് എന്നുള്ള കഥ പറഞ്ഞു. ഒരു പല്ലക്ക് ചുമക്കാൻ വേണ്ടിയിട്ട് അമാലന്മാർ തേടി പിടിച്ചു കൊണ്ടുവന്നതാണ് ഈ മുനീശ്വരനെ. അദ്ദേഹം ഒന്നും തിരിച്ചു പറയാത്തത് കൊണ്ട് പല്ലക്ക് ചുമക്കുവോ എന്ന് ചോദിച്ചാൽ ചുമക്കില്ല എന്നൊന്നും പറഞ്ഞില്ല. അപ്പം ഒരാളുടെ കുറവുണ്ട് താനും. അപ്പോൾ വേഗം പിടിച്ചു കൊണ്ടുവന്ന് ആ പല്ലക്ക് ചുമക്കുന്ന ആരെയാണോ ആവശ്യമുള്ളത്, എവിടെയാണോ ആളെ ആവശ്യമുള്ളത് അവിടെ കൊണ്ടുവന്ന് നിർത്തി. പക്ഷെ അദ്ദേഹത്തിൻ്റെ കുഴപ്പം എന്തായിരുന്നു? അദ്ദേഹം ആരെയും ദ്രോഹിക്കില്ല. നടക്കുമ്പോൾ വഴിയിൽ ഉറുമ്പോ ഈച്ചയോ പ്രാണികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ മേലെ തൻ്റെ കാൽപാദം പതിയരുതെന്ന് കരുതിയിട്ട് അതൊക്കെ താൻ നടക്കുന്നതിന് 2-3 വിൽപ്പാട് ദൂരത്തേക്ക് ഈ ജീവികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ടേ ഒരു കാലടി മുമ്പാക്കം വയ്ക്കുള്ളൂ. അപ്പോൾ പല്ലക്കിൻ്റെ ഗമനത്തിന് വല്ലാത്തൊരു തടസ്സം അനുഭവപ്പെട്ടു. ബാക്കിയുള്ളവരുടെ ഭാഗം നല്ലോണം സഞ്ചരിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ മാത്രം ഇങ്ങനെ ചെരിഞ്ഞ് ചാടി തെറ്റി ഒക്കെയാണ് പോണത്. ആ ഒരു അസ്വസ്ഥത കാരണമാണ് രാജാവായിട്ടുള്ള രഘുഗുണൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആരാണ് ഇങ്ങനെ ബുദ്ധിമുട്ടോട് കൂടിയിട്ട് തനിക്ക് ശരീരത്തിന് വളരെ അസ്വസ്ഥതകൾ ഉണ്ടാക്കി ഈ പല്ലക്ക് ചുമന്നുകൊണ്ട് പോകുന്നത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഒരു ഭരതമുനി, അദ്ദേഹം ആരാണെന്ന് പോലും കൃത്യമായിട്ട് അറിയില്ല, അങ്ങനെ ഒരാളെ വഴിയിൽ നിന്ന് കിട്ടിയതാണ്. പാടത്ത് ആറ്റയാട്ടാനൊക്കെ കൊണ്ട് നിർത്തിയിരുന്ന ഒരാളാണ്. എന്ത് പണി പറഞ്ഞാലും ചെയ്യും. ചക്ക ആട്ടാൻ പറഞ്ഞാൽ ചക്കാട്ടും, ആറ്റയാട്ടാൻ പറഞ്ഞാൽ ആറ്റയാട്ടും. ഇങ്ങനെ ഇന്ന പണിയുന്നോ ഇന്ന രീതിയിലേ ജീവിക്കൂ എന്നൊന്നും യാതൊരു നിയമവുമില്ലാത്ത ഭരതയോഗീശ്വരൻ. അത് ആദ്യം രഘുഗുണന് മനസ്സിലായില്ല. ആദ്യം അദ്ദേഹത്തിനെ ഒന്ന് ശാസിച്ചു. 2ാമത്തെ ശാസനയിലാണ് ഈ ആരെയാണോ താൻ കാണാൻ പോയിരുന്നത്, കപിലവസുദേവരെയാണ് കാണാൻ പോയിരുന്നത്, ഇനി അദ്ദേഹത്തിനെ കാണാൻ പോവേണ്ട കാര്യമൊന്നുമില്ല. ഈ ഭരതയോഗീശ്വരൻ്റെ വാക്കുകളിൽ കൂടെ തന്നെ പലതും പഠിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ചോദ്യോത്തരങ്ങളായിട്ടാണ്. അതാണ് ജ്ഞാന സംവാദങ്ങളാണ്. നമുക്ക് എപ്പോഴും ഗ്രന്ഥങ്ങളെല്ലാം എടുത്ത് പരിശോധിച്ചാൽ അറിയാൻ പറ്റും, ജ്ഞാനമുണ്ടാകുന്നത് വെറുതെ ഒരാൾ പറഞ്ഞത് കൊടുത്തത് കൊണ്ടല്ല. അവിടെ നിന്ന് കുറേയധികം ചോദ്യങ്ങൾ കൂടി ഇങ്ങോട്ടുണ്ടാവണം. നാരായണീയത്തിൽ പറയും, ആചാര്യാഖ്യാധരസ്ഥാരണി സമനുമിളശിഷ്യരൂപോത്തരാരണ്യ ആവേദോദ്ഭാസിതേന എന്ന് പറയാറുണ്ട്. 2 എണ്ണം തമ്മിൽ കൂട്ടി ഉരസിയാലേ തീയുണ്ടാവുള്ളൂ. തീ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്കറിയാം. നമ്മുടെ കയ്യിലുള്ളതായ തീപ്പെട്ടി പോലെയുള്ള സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കൊള്ളി എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് ഉരച്ചാൽ മാത്രമേ തീ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ഒരക്കൽ അവിടെ ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് ഗുരുവിൻ്റെ ബുദ്ധിയും ശിഷ്യൻ്റെ ബുദ്ധിയും. ചിലപ്പോൾ ശിഷ്യൻ്റെ ബുദ്ധി വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, എന്നാലും ഗുരുവിൻ്റെ ബുദ്ധി ഉണർന്ന് അതൊരു ജ്ഞാനത്തിൻ്റെ തലത്തിലേക്ക് എത്തണമെങ്കിൽ അവിടെ ചോദ്യങ്ങൾ ഉണ്ടാവണം. അതാണ് ആചാര്യൻ എന്ന് പറയുന്ന. യാഗത്തിന് അരണി കടയ എന്ന് പറയും. അതായത് യാഗത്തിന് അഗ്നി ആവശ്യമുണ്ട്. 3 തരത്തിലുള്ള അഗ്നിയൊക്കെ ഉണ്ട്. ആ അഗ്നി ഉണ്ടാക്കുന്നത് അരണി കടഞ്ഞിട്ടാണ്. ഇന്നത്തെ പോലെയുള്ള സംവിധാനങ്ങളൊന്നും അന്നില്ലല്ലോ. അപ്പോൾ അരണി കടയാൻ വേണ്ടിയിട്ട് മരത്തിൻ്റെ 2 തട്ടുകൾ പോലെ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലെ പഞ്ഞിയോ ഉണങ്ങിയ വസ്തുക്കളൊക്കെ വെച്ചിട്ട് അത് തമ്മിൽ ഇങ്ങനെ തൈര് കടയുന്നത് പോലെ ഉരച്ചിട്ടാണ് തീ ഉണ്ടാക്കുക. ആ തീയാണ് ജ്ഞാനം. ആചാര്യൻ എന്നു പേരുള്ള അധരസ്ഥാരണി, താഴെ വച്ചിരിക്കുന്നതായ അരണി. ശിഷ്യൻ എന്നു പേരുള്ള ശിഷ്യൻ്റെ ബുദ്ധിയായിട്ടുള്ള മുകളിൽ വച്ചിരിക്കുന്നതായിട്ടുള്ള അരണി. 2ഉം കൂടിയിട്ട് ഉരയുമ്പോഴാണ് ജ്ഞാനം എന്ന് പറയുന്ന അഗ്നി ഉണ്ടാവുന്നത്. അപ്പോൾ രഘുഗുണൻ അങ്ങോട്ട് ചോദിക്കുന്നു,
അതിനുള്ള ഉത്തരം ഭരതയോഗീശ്വരൻ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ചോദിക്കുന്ന ആൾക്കാർക്കേ പറഞ്ഞു കൊടുക്കണ്ടു. അതുകൂടി ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ. എല്ലാവർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അത് ആവശ്യമുള്ളത് ആയിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ടാണ് സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ എന്ന് ദ്വിവചനത്തിൽ തന്നെ പറഞ്ഞത്. എന്തിനാണ് ദ്വിവചനം പറയണത്? രണ്ടുപേരേ ഉള്ളൂ അവിടെ, ഗുരുവും ഗുരുവിൻ്റെ ഏറ്റവും അടുത്ത, ഗുരുവിന് തികഞ്ഞു എന്ന് തോന്നുന്ന ഒരു ശിഷ്യനുണ്ട്, അല്ലെങ്കിൽ ശിഷ്യ എന്നങ്ങനെ പറയരുത്, ആരായാലും വേണ്ടില്ല, അവർക്ക് ഗുരു പറഞ്ഞു കൊടുക്കുകയാണ്. ധാരാളം ശിഷ്യന്മാരുണ്ടാവും, ശിഷ്യഗണങ്ങൾ കുറേ പേരുണ്ടാവും, അതിലൊരാൾക്ക് മാത്രമേ ഈ അമൃത തുല്യമായിട്ടുള്ള തത്വം ഗുരു പറഞ്ഞു കൊടുക്കുള്ളൂ. ആ ആള് മാത്രമേ അതിന് അർഹനായിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആരാണോ ഗുരുവിനോട് ചോദ്യം ചോദിച്ച് ഗുരുവിൻ്റെ പുറകെ പോകുന്നത്, ആ ആണ് ഏറ്റവും ഉത്തമനായിട്ടുള്ള ശിഷ്യൻ എന്ന് വേണം കരുതാൻ. അധ്യാപകർ പൊതുവെ ചോദ്യം ചോദിക്കുന്നവരെ, ഞാൻ അടക്കമുള്ള അധ്യാപക വൃന്ദങ്ങളാണ്, ചോദ്യം ചോദിക്കുമ്പോൾ തോന്നുന്ന ഒരു മനോവികാരം എന്താണ് എന്നുള്ളത് ഞാൻ ഉറക്കെ പറയേണ്ടതില്ലല്ലോ. ശല്യക്കാരാണെന്നാണോ അവർ നന്നായി ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്, അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി വായിക്കാൻ പറ്റി എന്ന് തോന്നുന്ന അധ്യാപകരുണ്ടാവും. അങ്ങനെയുള്ളവരാവണം. ആ ഭരതയോഗീശ്വരൻ്റെ ഉള്ളിലുള്ളതായ സകല തത്വങ്ങളും രഘുഗുണന് പറഞ്ഞു കൊടുക്കുകയാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളെ കൊണ്ടാണ് പറയണത്. അടുത്ത അധ്യായത്തിലെ അവസാന ഭാഗത്തിലാണ് ഞാൻ ആരാണ് എന്നുള്ളത് ഭരതയോഗീശ്വരൻ പറഞ്ഞു കൊടുക്കണത്. അപ്പോൾ രഘുഗുണനോട് അങ്ങേക്ക് ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള തെറ്റിദ്ധാരണകൾ, ഞാൻ ആരൊക്കെയോ ആണ് എന്നുള്ളൊരു ധാരണ ഉണ്ടല്ലോ, അത് ആവശ്യമില്ല. അത് വെറും പുറമോടി മാത്രമാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ചൈതന്യത്തോടെ ഭാസിച്ചു കൊണ്ടിരിക്കുന്നത് ഒരേ ഒരു തത്വമാണ് എല്ലാവരുടെ ഉള്ളിലും. അത് തിരിച്ചറിഞ്ഞ ആൾക്ക് പിന്നെ ഞാനാണെന്നുള്ള ഭാവം, ആ അഹംഭാവങ്ങളൊന്നും എടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഉറപ്പിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു തത്വങ്ങളിലേക്കൊക്കെയാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 8ാമത്തെ ശ്ലോകം ഒന്ന് ചൊല്ലി എല്ലാവരും കൂടി ഒന്ന് ചൊല്ലാം എന്നും ആലോചിക്കുകയാണ്. അങ്ങനെ ചൊല്ലാറുണ്ട് അത്ര ഇവിടെ. അപ്പോൾ നമുക്കതുപോലെ തന്നെ ഒന്ന് ചൊല്ലാം. ആദ്യം ഞാനൊന്ന് ചൊല്ലിയിട്ട് നിങ്ങളെ കൊണ്ടുകൂടി ചൊല്ലിക്കാം. ഗുണാനുരക്തം വ്യസനായ ജന്തോ ക്ഷേമായ നൈർഗുണ്യമഥോ മനസ്യാത് യഥാ പ്രദീപോ ഘൃതവർത്തിമശ്നൻ ശിഖാ സധൂമാ ഭജതി ഹ്യന്യദാ സ്വം പദം തഥാ ഗുണകർമാനുബദ്ധം വൃത്തിർമനഃ ശ്രയതേന്യത്ര തത്വം. ഇതാണ് ആ ശ്ലോകം. നമ്മൾ സാധാരണ കാണുന്ന പോലെയുള്ള ശ്ലോകങ്ങളൊന്നും ആയിരിക്കില്ല ഭാഗവതത്തിൽ. അതായത് ഒരു വൃത്തനിബദ്ധതയൊക്കെ മറ്റു കാവ്യങ്ങളിലൊക്കെ കാണാം. ഇവിടെ വൃത്തമൊക്കെ ഉണ്ട്, പക്ഷേ മിശ്രമായിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ കാണാൻ പറ്റും. ഞാൻ ഓരോ വരി ചൊല്ലാം, നിങ്ങളതൊന്ന് ഏറ്റുചൊല്ലിയാൽ കുറച്ചുകൂടിയും അതിലേക്കുള്ളൊരു പ്രവേശം എളുപ്പമാവും. ഗുണാനുരക്തം വ്യസനായ ജന്തോ ക്ഷേമായ നൈർഗുണ്യമഥോ മനസ്യാത് യഥാ പ്രദീപോ ഘൃതവർത്തിമശ്നൻ ശിഖാ സധൂമാ ഭജതി ഹ്യന്യദാ സ്വം പദം തഥാ ഗുണകർമാനുബദ്ധം വൃത്തിർമനശ്രയതേന്യത്ര തത്വം. എന്താണ് ഇവിടെ പറയണത് എന്നാണെങ്കിൽ, മനസ്സാണല്ലോ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന വസ്തുവായിട്ട് പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ അതിനെ പറ്റിയിട്ട് വിസ്തരിച്ച് പറഞ്ഞു. ഇനിയും അതൊക്കെ തന്നെയാണ് പറയണത്. ഉദാഹരണങ്ങളോട് കൂടിയിട്ടാണ് കാണിച്ചു തരിക. അതാണ് ആദ്യം പറഞ്ഞതായിട്ടുള്ള ഈ നമുക്ക് ഏറ്റവും എളുപ്പം ലോകത്തിൽ കാണുന്ന വസ്തുക്കളുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോഴാണ്. അല്ലെങ്കിൽ ശാസ്ത്രങ്ങളും അതുപോലെ അറിവുകളും ഒക്കെ എവിടെയോ പോയി കിടക്കും. ഇത് അതുപോലെയാണ് എന്ന് പറയുമ്പോൾ പിന്നെ ആ ചിത്രം നമ്മുടെ ഉള്ളിൽ നിന്ന് മറയില്ല. പഠിപ്പിച്ചു കൊടുക്കാൻ ഏറ്റവും നല്ല വഴിയാണ് ഈ അന്യമായിട്ടുള്ള പദാർത്ഥങ്ങളെ വെച്ചുകൊണ്ട് മനസ്സിലാക്കിച്ചു കൊടുക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വരണത് എന്നാണെങ്കിൽ, നമ്മളിവിടെ ലോകത്തിൽ
പല തലങ്ങളുണ്ടെന്നൊക്കെ യോഗീശ്വരന്മാരൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് കാണുന്നതായിട്ടുള്ള ഈ ഒരൊറ്റ ലോകമേ ഉള്ളൂ. മരങ്ങളൊക്കെ പച്ച നിറത്തില്, പാറക്കെട്ടുകളൊക്കെ കറുത്ത നിറത്തില്, വെള്ളത്തിനൊക്കെ ഒരു നിറം, തീയിന് മറ്റൊരു നിറം, ഇതൊക്കെയാണ് സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെയൊന്നും അല്ലാത്ത മറ്റൊരു തരത്തിൽ യോഗീശ്വരന്മാർക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ നമുക്ക് സാധാരണക്കാർക്ക് അത് കാണാൻ പറ്റില്ല. എന്നാൽ യോഗീശ്വരന്മാർക്ക് അതും മനസ്സിലാവും ഇതും മനസ്സിലാവും. അതുകൊണ്ടാണ് ഏറ്റവും ചെറിയ, ഏറ്റവും എളുപ്പമുള്ളതായിട്ടുള്ള ഉദാഹരണങ്ങളെ കൊണ്ട് ഈ ബ്രഹ്മത്തിന്റെ നിലനിൽപ്പിനെ പറ്റിയിട്ട്, മനസ്സിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടൊക്കെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഗുണാനുരക്തം വ്യസനായ ജന്തോഹോ ക്ഷേമായ നൈർഗുണ്യമധോ മനസ്യാത്. ഗുണാനുരക്തം മനസ്സ് എന്ന് പറയുന്നതുണ്ടല്ലോ, അത് ഗുണങ്ങളെ ആശ്രയിച്ചേ നിൽക്കുകയുള്ളൂ. മനസ്സ് എന്ന് പറയണത് സൂക്ഷ്മമായിട്ട് ആലോചിച്ചാൽ ഒന്നുമില്ല, യഥാർത്ഥത്തിൽ ഒന്നുമില്ലാത്തൊരു സാധനമാണ് മനസ്സ്. ചിന്തകളാണത്രേ. മനസ്സെന്ന് പറയണത് എന്താണെന്നാണ് പറയുന്നത്? പലതരത്തിലുള്ള ചിന്തകളുടെ ഒരു സമ്മിശ്ര ഭാവമാണ് മനസ്സ്. അതിനെ സൂക്ഷ്മമായിട്ട് ഓരോ ചിന്തകളെയും വിശകലനം ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് എന്തുണ്ടാവില്ല? ദുഃഖങ്ങൾ ഉണ്ടാവില്ല എന്നാണ് ഋഷീശ്വരന്മാർ പറയണത്. അത് തിരിച്ചറിഞ്ഞുള്ളവർ പറയണത്. അപ്പോൾ മനസ്സ് എന്ന് പറയുന്നത് എപ്പോഴും 3 തരത്തിലുള്ള ഗുണങ്ങൾ. ഏതൊക്കെയാണത്? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. സത്വഗുണത്തിനെ ആശ്രയിച്ച് നിൽക്കുന്നതാവാം മനസ്സ്, രജോ ഗുണത്തെ ആശ്രയിച്ച് നിൽക്കുന്നതാവാം മനസ്സ്, തമോ ഗുണത്തെ ആശ്രയിച്ച് നിൽക്കുന്നതാവാം മനസ്സ്. അങ്ങനെ 3 തരത്തിലേ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ മിശ്രമായിട്ടുള്ള ഭാവങ്ങൾ ഉണ്ടാവും. അതല്ലാതെ മനസ്സിനിവിടെ നിലനിൽക്കാൻ യാതൊരു സാധ്യതയുമില്ല. അങ്ങനെയുള്ള മനസ്സുണ്ടല്ലോ, ഗുണങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന മനസ്സ്, അതെന്ത് ചെയ്യുന്നു? അത് ആസക്തിയുള്ളതാണ്. സാത്വികമായിട്ടുള്ള ഗുണങ്ങളെ, സത്വഗുണത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നതെങ്കിലും ആ സത്വഗുണം കൂടുതൽ ഉണ്ടാക്കാനുള്ള ഒരു ആസക്തി ഉണ്ടാവും. നമ്മളോട് ആചാര്യന്മാരൊക്കെ പറയും സത്പ്രവൃത്തികൾ ചെയ്യണം എന്നുള്ള അർത്ഥവും വേണ്ട, അത് ചെയ്തേ അടങ്ങൂ, ഇത് ചെയ്തേ അടങ്ങൂ, നല്ലവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പലതും ചെയ്തു കൊടുക്കണം, അങ്ങനെയുള്ള വലിയൊരു ലക്ഷ്യവും വേണ്ട. അതും എന്തിനെ ഉണ്ടാക്കും? ലൗകികമായിട്ടുള്ള വിഷയങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളെ ഉണ്ടാക്കും. അതിനോടും അമിതാസക്തി വേണ്ട. അപ്പൊ രജോ ഗുണം എന്ന് പറയണത് ചിലപ്പോൾ ദേഷ്യം, വീരം മുതലായിട്ടുള്ള ഭാവങ്ങളൊക്കെ മനസ്സിലുണ്ടാക്കും. തമോ ഗുണം എന്ന് പറയുന്നത് അജ്ഞാനമാണ്, നിർവികാരത, ഉറക്കമാണ്. അറിവില്ലായ്മയുടെ ആ അജ്ഞതയുടെ ഉറക്കമാണ് തമോ ഗുണം. അത് പാടില്ല എന്നുള്ളത് നമുക്കറിയാം. രജോ ഗുണം പോരാ എന്ന് നമുക്കറിയാം. സത്വഗുണം കേമമാണ് എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പുറകെ പോണ്ട. അതും നമ്മളെ എന്ത് ചെയ്യും? ലൗകിക ജീവിതത്തിലേക്ക് വലിച്ചിഴക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, സത്വഗുണത്തെയും നിയന്ത്രിക്കേണ്ടതുണ്ട്. മനസ്സ് അതിന് പെട്ടുപോയാലും നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നടന്ന് പിന്നെയും മോക്ഷത്തിൻ്റെ മാർഗം നമുക്ക് അടഞ്ഞു പോകും. അതെന്താണ് എന്നുള്ള തിരിച്ചറിവില്ലാതെ പോവും. അതുകൊണ്ട് മനസ്സിനെ ഇതിൽ നിന്നെല്ലാം മാറ്റി നിർത്തണം. ഗുണാനുരക്തമായിട്ടുള്ള, ഗുണങ്ങളോട് കൂടിച്ചേർന്ന് കിടക്കുന്ന വിഷയങ്ങളിൽ പെട്ടുപോയാൽ മനസ്സിന് ആസക്തി ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് അതിൽ നിന്നൊക്കെ മനസ്സിനെ മാറ്റി നിർത്തുക. അത് ജന്തു എന്നുള്ളതിന് ജീവനുള്ള എല്ലാത്തിനെയും, ഇവിടെ സഞ്ചരിക്കുന്നവരായിട്ടുള്ള എല്ലാവരെയും, ജീവനുള്ള മനുഷ്യരായാലും വേണ്ടില്ല, മൃഗങ്ങളായാലും വേണ്ടില്ല, എന്തിനെ ആയാലും ജന്തുക്കൾ എന്ന് പറയും. നമ്മൾ സാധാരണ അങ്ങനെ പറയില്ല. മനുഷ്യരൊഴികെയുള്ള ജീവജാലങ്ങളെയൊക്കെയാണ് നമ്മൾ ജന്തുക്കള്, ജന്തുവർഗം എന്ന് പറയണതെങ്കിലും ഇവിടെ ഭാഗവതത്തിലൊക്കെ ഉദ്ദേശിക്കുന്നത് മനുഷ്യരടക്കമുള്ളതായിട്ടുള്ള എല്ലാ ജീവനുള്ളവയും. അവയ്ക്കൊക്കെ ഈ ഗുണത്തോടു കൂടിയ മനസ്സ് ദുഃഖത്തെ ഉണ്ടാക്കുന്നു. വ്യസനത്തിനെയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ പറയും മക്കളുടെ കല്യാണം കഴിഞ്ഞു, സന്തോഷമായി. അത് കഴിഞ്ഞാൽ കൊച്ചുമക്കൾ ഉണ്ടാവണം, അവരുടെ പഠിപ്പ്, അവർ മുമ്പാക്കം പോകണം, അവർക്ക് നല്ല നില ഉണ്ടാവണം, അവരെ കല്യാണം കഴിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒന്നിന്മേൽ തൊട്ട് അടുത്തന്മേൽ കയറി ഇങ്ങനെ ഒരു പുഴു പോലെ സഞ്ചരിക്കുന്ന മനസ്സ്, അതിന് വിടാൻ പറ്റുന്നില്ല. ഇങ്ങനെ പരിപൂർണമായിട്ട് വിട്ടു നിൽക്കാൻ പറ്റില്ല. അടുത്തതിൽ പോയി തൊട്ടിട്ടേ ഇത് വിടുള്ളൂ, പിന്നെ അതവിടെ പോയിരിക്കും, അടുത്തതിൽ പിന്നെയും പോയി തൊടും. ഇങ്ങനെ സഞ്ചരിക്കുന്ന മനസ്സായാലും ജീവനായാലും, ജീവന്റെ സ്വഭാവം ആണെന്നാണല്ലോ പറയണത്. ഈ ശരീരം ത്യജിക്കുമ്പോഴേക്കും അടുത്തൊരു ശരീരം കണ്ടുവച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇവിടെ നിന്ന് വിടുന്നു, അപ്പുറത്ത് പോയി തൊടുന്നു. അതാണ്
ജീവന്റെ സ്വഭാവം, അതുതന്നെയാണ് മനസ്സിന്റെ സ്വഭാവം. അതിനെയൊക്കെ നിയന്ത്രിക്കണം എന്നുള്ള പാഠമാണ് ജഡഭരതൻ സ്വയം തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത്. ശരിക്കും ജഡഭരതനെ കണ്ടാൽ തന്നെ ഇതൊക്കെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ രഘുഗുണൻ അത് മനസ്സിലായില്ല. കണ്ണ് അജ്ഞാനത്തിന്റെ തിമിരം വന്ന് അടഞ്ഞു പോയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വ്യാസപൂർണിമയായിരുന്നല്ലോ, ബുദ്ധപൂർണിമ എന്ന് പറയുന്ന ആ ദിവസം. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്ന് പറയുന്നത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു വാക്കാണ്. കണ്ണ് തിമിരം വന്നാൽ അടഞ്ഞു പോവും, കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോവും. ആ തിമിരത്തിനെ ഇല്ലാതെയാക്കുന്ന ചികിത്സയാണ് ഗുരുക്കന്മാർ ചെയ്തു തരുന്നത്. വെളിച്ചം വീശി തരികയാണ് ചെയ്യുന്നത്. അതിനുള്ള ചികിത്സ മരുന്ന് എന്താണ്? അറിവിൻ്റെ കൺമഷി. അജ്ഞാന തിമിരാന്ധസ്യ ജ്ഞാന അഞ്ജനശലാക, ജ്ഞാനമാകുന്ന അഞ്ജനശലാക കൊണ്ട്. അഞ്ജനത്തിന്റെ ശലാക എന്ന് പറഞ്ഞാൽ കൺമഷി. നമ്മൾ കണ്ണെഴുതാൻ വേണ്ടിയിട്ട് കൈകൊണ്ട് തൊട്ടെഴുതുന്നവരുണ്ടാവും, സ്റ്റിക്ക് പോലെയുള്ളതൊക്കെ ഉപയോഗിച്ച് എഴുതുന്നവരുണ്ടാവും. ആ സ്റ്റിക്കിനെയാണ്, കൺമഷിയുടെ സ്റ്റിക്കിനെ പറയണ പേരാണ് അഞ്ജനശലാക എന്ന്. പണ്ടേ ഉണ്ട് ആ വാക്കൊക്കെ, ശലാക എന്നുള്ള വാക്കൊക്കെ. ശലാക പരീക്ഷയൊക്കെ നടത്തും ഈ സംസ്കൃത കലാലയങ്ങളിൽ, പ്രത്യേകിച്ച് പൊറനാട്ടുകരെയൊക്കെ ശലാക പരീക്ഷ നടത്തും. കേട്ടിട്ടുണ്ടോ ശലാക പരീക്ഷ എന്നുള്ള വാക്ക്? ഇല്ല. എന്താണെന്നറിയോ? ഇതുപോലെ ഒരു വടി വയ്ക്കും ആചാര്യന്മാരിങ്ങനെ, ഒരു വടി വെച്ചിട്ട് പുസ്തകം അടച്ചു വയ്ക്കും. എന്നിട്ട് കുട്ടികളോട് പറയും തുറക്കാൻ. തുറന്നിട്ട് ഏത് ഭാഗമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അത്രയും ഭാഗം കാണാപ്പാഠം പറയണം. പുസ്തകം മുഴുവൻ പഠിക്കാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ഈ ശലാക എവിടെയാണോ വെച്ചിരിക്കുന്നത് അത് നോക്കിയിട്ട് അത് കാണാപ്പാഠം പറയാം. അല്ലെങ്കിൽ പരിചയമൊന്നും ഇല്ലാത്ത പുസ്തകമാണെന്നുണ്ടെങ്കിൽ അത്രയും പേജുകൾ വായിക്കുക സംസ്കൃതം. അതോട് കൂടിയിട്ട് കുട്ടിക്ക് എത്ര കണ്ട് സംസ്കൃതത്തിലുള്ള അറിവുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ പരീക്ഷയെയാണ് ശലാക പരീക്ഷ എന്ന് പറയുന്നത്. ശലാക എന്നുള്ളതിന് തിരി എന്നൊക്കെയാണ് അർത്ഥം. ചന്ദനത്തിരിയൊക്കെ അല്ലേ അത്. ആ അഞ്ജന ശലാക കൊണ്ട് നമ്മുടെ കണ്ണിൽ എഴുതിയിട്ട് കണ്ണ് തുറന്നു തരുന്നവനാണ് ഗുരു എന്ന് നമ്മൾ ആ ഒരു ശ്ലോകത്തിൽ പഠിച്ചു. ആ ഗുരു തന്നെയാണ് ഭരതൻ. പ്രത്യക്ഷത്തിലുള്ള ഗുരുവാണ്, രൂപം കൊണ്ടേ ഗുരു തന്നെയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നൊന്നും മനസ്സിലാക്കേണ്ട കാര്യമില്ല. എന്താ ചെയ്തിരുന്നത്? ഒന്നിനോടും സംഘമില്ലാതെ എന്താ തന്നോട് പറയണത് അതൊക്കെ ചെയ്യും. അത് നമ്മളെല്ലാവരും പഠിക്കണം. പ്രവൃത്തികൾ ചെയ്യണം, പക്ഷേ സംഘം പാടില്ല. അതാണ് ജഡഭരതൻ ചെയ്തുകൊണ്ടിരുന്നത്. ആ വാക്കുണ്ടല്ലോ ജഡം എന്നുള്ളത്, മരിച്ചു എന്നുള്ള അർത്ഥത്തിലാണല്ലോ നമ്മളൊരു വസ്തുവിനെ ജഡം എന്ന് പറയുന്നത്. ഇവിടെ ജീവിച്ചുകൊണ്ട് ജീവിതം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ജഡമാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? മനസ്സിനെ ഒന്നിലേക്കും പറഞ്ഞയക്കുന്നില്ല, ഒന്നുമായിട്ടും സംസർഗം ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് ജഡഭരതൻ പറയാതെ തന്നെ അദ്ദേഹം നമുക്ക് എല്ലാവർക്കുമുള്ള, രഘുഗുണനുമുള്ളതായിട്ടുള്ള ഏറ്റവും വലിയ ഉപദേശമാണ്. സശരീരമായിട്ടുള്ള, ശരീരത്തോടു കൂടിയിട്ടുള്ള ഒരു ഉപദേശമായിരുന്നു. എന്നാലും രഘുഗുണൻ അത് മതിയാവാത്തത് കൊണ്ട് വാക്കുകൾ കൊണ്ടുകൂടി പറയേണ്ടതായിട്ട് വന്നു. അതാണ് ഇവിടെ പറയണത്. മനസ്സ് എന്ന് പറയുന്നത് മനുഷ്യന് ഏറ്റവും അധികം ദുഃഖം ഉണ്ടാക്കുന്ന വസ്തുവാണ്, പ്രത്യേകിച്ച് ഗുണങ്ങളുമായിട്ട് സംസർഗം വന്ന് ഭവിച്ചിട്ടുണ്ടെങ്കിൽ. ഇനി നൈർഗുണ്യമായിട്ട് നിൽക്കുകയാണെങ്കിലോ? നൈർഗുണ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഗുണങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥ. സത്വഗുണമില്ല, രജോ ഗുണമില്ല, തമോ ഗുണവുമില്ല. അതൊന്നുമില്ലാതെ നിൽക്കുമ്പോൾ ജന്തോഹോ ക്ഷേമായ ഭവതി, ജന്തുക്കൾക്കെല്ലാം തന്നെ ക്ഷേമത്തിനായിട്ട് ഭവിക്കുന്നു. അപ്പോൾ മറ്റു ജീവികൾക്കൊക്കെ ഇത്രയ്ക്ക് അധികമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മനസ്സിൻ്റെ പ്രവൃത്തി അത്രയ്ക്കൊന്നും വ്യക്തമല്ല. അവര് ജനിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, വളരുന്നു, കുറേ കാലം കഴിഞ്ഞാൽ പ്രത്യുത്പാദനമൊക്കെ നടത്തി കാലം വന്നാൽ അവർ മരിച്ചു പോകുന്നു. അത്രയേ ഉള്ളൂ. മനസ്സിൻ്റെയും ബുദ്ധിയുടെയൊക്കെ ഏറ്റവും കൂടുതൽ പ്രവർത്തനം നടക്കുന്നത് മനുഷ്യരുടെ ഇടയിൽ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ ജന്തു എന്നുള്ള വാക്കുകൊണ്ട് ഏറ്റവും കൂടുതൽ വ്യാസഭഗവാൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യരെ തന്നെയാണ്. ഒരു ജന്തുവിൻ്റെ മനസ്സ് ഗുണത്തോടു കൂടി ഇരിക്കുകയാണെങ്കിൽ അത് ദുഃഖത്തിന് കാരണമാകുന്നു. മനസ്സിൽ നിന്ന് വേർപെട്ട് അടർത്തി മാറ്റി നിർത്താൻ പറ്റിയാൽ അത് അവിടെ നിന്നോളും. അതിനെ നിയന്ത്രിച്ച് അവിടെ നിർത്തണം. അതാണ് പറ്റാത്തത്. മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റിയാൽ അതിലും വലിയൊരു നിയന്ത്രണമില്ല. മനസ്സ് എങ്ങനെയാണ് നിയന്ത്രിക്കുക? ഇന്ദ്രിയങ്ങളെയാണ് നിയന്ത്രിക്കുക.
കാണണ്ട എന്ന് വിചാരിച്ചാൽ കാണണ്ട, കേൾക്കണ്ട എന്ന് വിചാരിച്ചാൽ കേൾക്കണ്ട, മൂക്ക് കൊണ്ട് വാസനിക്കണ്ട എന്ന് വിചാരിച്ചാൽ വാസനിക്കാതിരിക്കാൻ പറ്റണം. അതാണ് നിയന്ത്രണം. എത്ര പേർക്ക് പറ്റുന്നുണ്ട്? എനിക്കൊന്നും പറ്റുന്നില്ല. ശ്രമിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ഫലത്തിലേക്കൊക്കെ എത്താൻ ഇനിയും സമയം പിടിക്കുകയായിരിക്കും. ശ്രമമാണ് വേണ്ടത്. ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് എത്തുമോ എന്നുള്ളത് വേറെ കാര്യം. ശ്രമിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് മാറ്റങ്ങളുണ്ടാവും. ശ്രമം കൊണ്ട് തന്നെ മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മൾ അങ്ങനെയല്ലേ പഠിക്കുന്നത്? 1 പഠിച്ചതിൻ്റെ തുടർച്ച 2, 2 പഠിച്ചതിൻ്റെ തുടർച്ച 3, അങ്ങനെ പഠിച്ച് 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 10 നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രിയോ +2 ഒക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ പോകുമ്പോൾ നമുക്ക് 1-ാം ക്ലാസ്സിലേക്ക് പാഠം വളരെ എളുപ്പമായി. അതെന്തുകൊണ്ടാണ്? നമ്മൾ എത്രയോ കയറിപ്പോയി, നമ്മളറിഞ്ഞോ? അല്ലെങ്കിൽ ജനിച്ച കാലത്തിൽ നിന്ന് വളർന്ന് വളർന്ന് ഇപ്പോൾ 5 അടി 3 ഇഞ്ച് 5 അടി 10 ഇഞ്ച് എന്നുള്ള ലെവലിലേക്കൊക്കെ എത്തി. എന്നാ വളർന്നത്? നമ്മൾ അറിഞ്ഞില്ല. അപ്പോൾ ഇതറിയാതെ സംഭവിക്കുക. പക്ഷെ അത് അനുശീലനം, അതിലൂടെ കടന്നു പോയിക്കൊണ്ടേയിരിക്കണം. അപ്പോഴേ നമുക്കത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഒരു ഘട്ടം ഉണ്ടാവും, ഏതെങ്കിലും ഒരു പോയിന്റിൽ അത് തിരിച്ചറിയും. ആ ആൾക്ക് അതിലൂടെ മോക്ഷം സാധ്യമാവും. മോക്ഷം സാധ്യമായിട്ടില്ലെങ്കിലോ നമ്മൾ പിന്നെയും ഇവിടെയൊക്കെ തന്നെ വരും, വേറെ കുറെ ആൾക്കാരുടെ കൂടെ ജീവിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ജനന മരണ ചക്രങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണെന്ന്. പക്ഷേ ശ്രമം നിർത്തരുത്. അതാണല്ലോ ജഡഭരതനും അതന്നെയാണ് ഉണ്ടായത്. ശ്രമിച്ചുകൊണ്ടേയിരിക്കേണ്ട ഭരതനായിരുന്നു, അത് കഴിഞ്ഞിട്ടൊരു മാനായി, അത് കഴിഞ്ഞിട്ടിപ്പോൾ വീണ്ടും ജഡഭരതനായി, സന്യാസിയായി. അങ്ങനെയാണല്ലോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയ ആൾക്കാർ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, റോഡിലൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ പുച്ഛിക്കരുത്. ചിലപ്പോൾ അവരെ ആ ഒരു ലെവലൊക്കെ എത്തിയിട്ടുണ്ടാവും. നമ്മൾ അവരെ എല്ലാവരെയൊക്കെ മനസാന്നിധ്യം നഷ്ടപ്പെട്ടവരെ, ഭ്രാന്തന്മാരെന്നൊക്കെ പറഞ്ഞിട്ട് തള്ളിക്കളയാറുണ്ട്. അവർക്കൊക്കെ ആരൊക്കെയോ ചുറ്റുമുണ്ടെന്ന് പറഞ്ഞാൽ അവരോടൊക്കെ ഇവർ സംസാരിക്കുന്നതൊക്കെ കാണാറുണ്ട്. പക്ഷെ അതൊക്കെ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്ന് ഇതൊക്കെ വായിച്ചു പോകുമ്പോൾ അവരെ ഒന്നും പുച്ഛിക്കാതിരിക്കാനുള്ളൊരു പാഠം കൂടി നമുക്ക് കിട്ടുകയാണ്. ഇതൊക്കെ നമ്മൾ കാണുന്ന ലോകം മാത്രമേ ശരിയുള്ളൂ എന്ന് വിചാരിക്കരുത്. അതാണല്ലോ സ്വപ്നലോകം എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ്. നമുക്ക് വളരെ ശരിയായിരുന്നു. നമ്മുടെ പിന്നാലെ വണ്ടി വരുന്നു, നമ്മുടെ പിന്നാലെ ആന വരുന്നു, അല്ലെങ്കിൽ നമുക്ക് വലിയൊരു ലോട്ടറി അടിച്ചു, ഇതൊക്കെ സ്വപ്നത്തിലായിരുന്നു. നമ്മൾ കാണണമെന്ന് വിചാരിക്കുന്ന ആരെയൊക്കെയോ കാണുന്നു, കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല. അപ്പോൾ ആ സമയത്ത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിയായിരുന്നു. പക്ഷെ അത് ഇല്ലാതെയായി പോകുന്നു. ഈ രജത ശുക്തിവധ എന്നൊക്കെ പറയും. കയറ് കണ്ടിട്ട് പാമ്പാണ് എന്ന് വിചാരിക്കുന്നത് പോലെ, ഒരു ചിപ്പി കണ്ടിട്ട് വെള്ളിയാണ് എന്ന് കരുതുന്നത് പോലെ, ഈഷത് പ്രകാശത്തില് സന്ധ്യക്ക് പോയി നോക്കുമ്പോൾ, ദൂരെ നിന്ന് നോക്കുമ്പോൾ എന്തോ ഒന്നിങ്ങനെ വളഞ്ഞു കിടക്കണം. അപ്പോൾ നമ്മൾ വിചാരിച്ചു പാമ്പാണ്, ഉറപ്പിച്ചു. മനസ്സിൽ പാമ്പിൻ്റെ ജ്ഞാനമാണ് ഉണ്ടായത്. നമ്മൾ അടുത്തേക്കൊന്നും പോവാതെ അവസാനം ആരോ എന്ന് പറഞ്ഞു, അതെന്തോ ഒരു കയറാണ് സ്വാമി, പോയി ചെന്ന് നോക്കൂ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് അയ്യോ അത് കയറായിരുന്നു, പാമ്പായിരുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ പാമ്പാണെന്ന് വിചാരിച്ചത്? പാമ്പിൻ്റെ എന്തൊക്കെയോ ചേഷ്ടകളൊക്കെ അത് ചെയ്തു. പാമ്പിൻ്റെ കിടപ്പ് പോലെയൊക്കെ ഇങ്ങനെ വളഞ്ഞു കിടന്നു, ചെറിയൊരു കാറ്റൊക്കെ അടിച്ചപ്പോൾ അതൊന്ന് അനങ്ങി. ഇതൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു അത് പാമ്പാണെന്ന്. ഇതാണ് ലോകം. അതാണ് എന്ന് വിചാരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതല്ലതാനും. നമ്മളെ മോഹിപ്പിക്കാൻ, തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ ആയിട്ട് പലതും പല രൂപത്തിലും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ഇത് ശരിയല്ല, നേതി നേതി എന്ന് പറഞ്ഞിട്ട് മാറിപ്പോണം എന്നാണ്. ഇതല്ല, ഞാൻ ഈ ഒരു ലക്ഷ്യത്തിലേക്കല്ല വന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റണം. അതെങ്ങനെ ഉണ്ടാവുള്ളൂ? സത്സംഗം കൊണ്ടേ ഉണ്ടാവുള്ളൂ. അത് ഒരു പറ്റം ജനങ്ങളായിട്ടായാലും ഉത്തമനായിട്ടുള്ള ഒരു ഗുരുവായിട്ടായാലും ഉണ്ടായാൽ മതി. അതാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ കേൾക്കും. അത് കഴിഞ്ഞാൽ പുറത്തിറങ്ങിയാൽ വീണ്ടും അതാ വരുന്നു കുറെ പായല്, അല്ലേ? ഒക്കെ മൂടി നല്ല തെളിഞ്ഞ വെള്ളമൊക്കെ ആയിട്ട് തുടിച്ചു കോരി നമ്മൾ വൃത്തിയാക്കിയിട്ടൊരു കിണറാണ്. നേരം കുറച്ചേ വേണ്ടി വന്നുള്ളൂ അതിലേക്ക് ഒരു കുഞ്ഞു പായലിൻ്റെ തരി വന്നു. അതിങ്ങനെ ആഫ്രിക്കൻ പായൽ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. ദിവസം ചെല്ലുന്തോറും അത് ഇരട്ടിച്ചരട്ടിച്ച് വന്ന് കുളം കാണാനില്ലാതെയാവും. ആ പായലുകളാണ് അജ്ഞാനങ്ങളായിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. എപ്പോഴെങ്കിലുമൊക്കെ കുറച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റും, പിന്നെയും ആ വെള്ളത്തിനെ അത് മറയ്ക്കുകയും ചെയ്യും. ശ്രമിക്കുക തന്നെ, പിന്നെയും ശ്രമിക്കുക. നമുക്ക് നല്ല വെള്ളമാവണമല്ലോ, ശുദ്ധിയിലേക്ക് എത്തണമല്ലോ, അതാണ് ചെയ്യണത്. അപ്പോൾ ഈ ജ്ഞാനത്തിൻ്റെ കാര്യം പറയാണ്. ജ്ഞാനമുണ്ടായാൽ, എന്താണെന്ന് തിരിച്ചറിവുണ്ടായാൽ, മനസ്സ് ശുദ്ധമായാൽ, പിന്നെ മനസ്സിനെ നമ്മൾ ഈ വ്യാപാരങ്ങളിൽ നിന്ന്, നമ്മുടെ ദൈനംദിന വ്യാപാരങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയാൽ പിന്നെ മനസ്സ് കളിക്കാൻ വരില്ല. മനസ്സിനെ പറ്റിയിട്ട് ആചാര്യസ്വാമികൾ വളരെ വ്യക്തമായിട്ടൊരു ശ്ലോകം പറയുന്നുണ്ട്. ശിവാനന്ദ ലഹരിയിലെ 20ാമത്തെ ശ്ലോകം. കുരങ്ങനാണ് എന്നാണ് പറയുന്നത്. സദാ മോഹാടവ്യാം ചരതി
യുവതീനാം കുചകിരൗ നടത്യാശാഖാസ്വടതി ഝടിതി സ്വൈരമഭിത കപാലിൻ ഭിക്ഷോ മേ ഹൃദയകപിമത്യന്തചപലം ദൃഢം ഭക്ത്യാ ബദ്ധ്വാ ശിവ ഭവദധീനം കുരു വിഭോ എന്ന് പറയുന്ന ആ ശ്ലോകത്തില് മനസ്സിന്റെ സകല സ്വഭാവങ്ങളും 4 വരിയില് ആചാര്യസ്വാമികൾ ഒതുക്കിയിരിക്കുകയാണ്. സദാ എപ്പോഴും ഈ മനസ്സെന്താ ചെയ്യുന്നത്? മോഹാടവ്യാം ചരതി. മോഹാടവിയില് മോഹങ്ങളുടെ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് ആഗ്രഹങ്ങളാകുന്ന കാട്ടിലാണ് ഈ കവിയുടെ സഞ്ചാരം. കുരങ്ങന്മാരങ്ങനെയല്ലേ ഉണ്ടാവുക? കുരങ്ങന്മാരെപ്പോഴും കാടുകളില്, കുറ്റിക്കാടുകളില് ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവും. മരങ്ങളൊക്കെ ധാരാളമുണ്ട്. അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ ചുറ്റി നടക്കുകയാണ്. ഈ മനസ്സാകുന്ന കവിവരൻ എവിടെയാ നടക്കുന്നത്? മോഹമാകുന്ന കാട്ടിൽ ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ടോ നടതി ചില കുടുങ്ങി ചില ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. എവിടെ? എന്നിട്ട് തൂങ്ങി ആടുക. കുരങ്ങന്മാരിങ്ങനെ ചെയ്യുന്നത് കാണില്ലേ? അതിൻ്റെ ശാഖകളിലെ കൊമ്പുകളിലൊക്കെ പിടിച്ച് ആടി മറ്റൊന്നിലേക്ക് ചാടിക്കേറിപ്പോവും. അങ്ങനെയുള്ള ഒരു കവിയാണ് എൻ്റെ മനസ്സ്. നടത്തിയ ശാഖാസ്വടി അടതി ഝടിതി. എത്ര നിമിഷ നേരം കൊണ്ടാ ഒരു വിഷയം മറ്റൊരു വിഷയം ഇങ്ങനെ ചാടി പോകുന്നത്. അതുപോലെ സുന്ദരികളായിട്ടുള്ള സ്ത്രീകളിൽ അവരിലും പോയി അഭിരമിക്കുന്നു എൻ്റെ മനസ്സ്. ഇനി ഭഗവാനെ ഹേ കപാലിൻ ഭിക്ഷോ. ആചാര്യസ്വാമികള് ശ്രീ പരമേശ്വരനെ വിളിക്കുകയാണ്. ഭിക്ഷുവാണ്. എന്തിനാ അപ്പൊ അത്രയും നേരം ഇല്ലാത്തൊരു വിളി വന്നത്? കപാലിയായിട്ടുള്ള ഭിക്ഷോ. കയ്യില് കപാലമൊക്കെ, കപാലം എന്ന് പറഞ്ഞാൽ 2 അർത്ഥമുണ്ട്. ഭഗവാന്റെ കയ്യില് ബ്രഹ്മാവിന്റെ ശിരസ്സാകുന്ന കപാലമുണ്ട്. അതുകൊണ്ട് ഭഗവാനെ കപാലിൻ എന്ന് വിളിക്കും. അതുപോലെ ഭിക്ഷുവാണ്. ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരുടെ അടുത്ത് നിന്ന് ഭക്ഷണമോ വസ്തുവകകളൊക്കെ സ്വീകരിക്കുന്നവനാണ്. മഹാഭിക്ഷുവാണ് ഭഗവാൻ. അതോടൊപ്പം തന്നെ ഈ കുരങ്ങന്മാരെ കൊണ്ട് നടക്കുന്ന ആൾക്കാർ, ഇതുപോലെ ചില വേഷം കെട്ടി നടക്കുന്ന ആൾക്കാരുണ്ടാവും, ഭിക്ഷുക്കള്. കയ്യില് ഒരു ധർമ്മം ചോദിക്കുന്ന, ഭിക്ഷ ചോദിക്കുന്നതായിട്ടുള്ളൊരു കപാലം എന്ന് പറഞ്ഞൊരു മൺപാത്രം ഉണ്ടാവും. അപ്പോൾ ഒരു കുരങ്ങ് കളിപ്പിക്കാൻ വേണ്ടി നടക്കുന്നവനായ, കുരങ്ങനെ കളിപ്പിച്ച് നടക്കുന്നവനായ ഒരു ഭിക്ഷുവാണ്. അല്ലെങ്കിൽ ഒരു അതിനായിട്ട് നടക്കുന്ന ചില ആൾക്കാരെ നമ്മൾ കാണും. ഇപ്പൊ ഒക്കെ കുറഞ്ഞിറങ്ങി. ഈ കുറവന്മാരെന്നൊക്കെ പറയും. ഈ കുരങ്ങിനെ കൊണ്ട് നടക്കുന്ന ആൾക്കാർ, അതിൻ്റെ അരയിലൊരു ചങ്ങലയും പിടിച്ച് വള്ളിയും കെട്ടി അതിനെയും പിടിച്ച് കാശുണ്ടാക്കി നടക്കുന്ന ആൾക്കാർ. അതുപോലെയാണ് ഭഗവാനെ, ശ്രീപരമേശ്വരനെ ആചാര്യസ്വാമികൾ വർണ്ണിക്കുന്നത്. അങ്ങ് ഇങ്ങനെയൊക്കെയുള്ള ഒരാളല്ലേ? കപാലിയുമാണ്, ഭിക്ഷുവുമാണ്. അതുകൊണ്ട് എൻ്റെ മനസ്സാകുന്ന കവിയെ ഒന്ന് ചരടിട്ട് കെട്ടി നിർത്തൂ. എന്താണ് ചരട്? ഭക്തിയാബദ്ധ്വാ. ഭക്തിയാകുന്ന ചരട് കെട്ടിയിട്ട് ആ മനസ്സിനെ ഒന്ന് ചപലനായിട്ട് ഇളകി മറിഞ്ഞു നടക്കുന്ന ആ മനസ്സാകുന്ന കവിവരനെ, കുരങ്ങനെ അവിടെ പിടിച്ചു നിർത്തൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ കുരങ്ങന്റെ സ്വഭാവം വളരെ വ്യക്തമായിട്ട് സ്വഭാവോക്തി അലങ്കാരം ഉപയോഗിച്ചുകൊണ്ട് ആചാര്യസ്വാമികള് വർണ്ണിച്ചിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വിചാരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിടിവിട്ടു പോകുന്ന ഒരു സാധനമാണ് മനസ്സ്. അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുക തന്നെ വേണം. അങ്ങനെ നിർത്തിയാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, ഭംഗിയായിട്ട് നടക്കും ജീവിതം. ഏതുപോലെ? യഥാ പ്രദീപോ ഘൃതവർത്തിമശ്നൻ ശിഖാ സധൂമ ഭജതി ഹ്യന്യദസ്വം. വിളക്കുണ്ടല്ലോ, വിളക്കില് എന്തൊക്കെയുണ്ട്? ഒരു വിളക്ക് നമ്മൾ കൊളുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതില് തിരിയുണ്ട്, എണ്ണയുണ്ട്. അതിനെ ആശ്രയിച്ച് എന്താ നിൽക്കുന്നത്? അഗ്നി. നമ്മൾ അഗ്നിയല്ലേ ജ്വലിപ്പിച്ച് അവിടെ നിർത്തിയിരിക്കുന്നത്. ആ അഗ്നിക്ക് ആശ്രയിക്കാൻ വേണ്ടിയിട്ട് അവിടെ തിരിയുമുണ്ട്, എണ്ണയുമുണ്ട്. ഇത് രണ്ടുമില്ലെങ്കിലോ? വിളക്കില്ല എന്നേ ഉള്ളൂ, അഗ്നി ഇല്ല എന്നർത്ഥമുണ്ടോ? ഇല്ല. അഗ്നി എവിടെയൊക്കെയോ ഉണ്ട്. പക്ഷേ അഗ്നിയെ നമുക്ക് അനുഭവവേദ്യമാകണമെങ്കിൽ ഇങ്ങനെ 2 ഘടകങ്ങൾ വേണം. അഗ്നി ഇവിടെയൊക്കെ ഉണ്ട്, ഏതെങ്കിലും തമ്മിൽ 2 എണ്ണം കൂട്ടി ഉരസിയാൽ അവിടെ അഗ്നി ഉണ്ടാവും. പക്ഷേ അഗ്നിയെ ഈ പറഞ്ഞ ഘടകങ്ങളൊന്നും ഇല്ലാതെ നിർത്തിയാൽ അത് നമുക്ക് മനസ്സിലാവില്ല, അത് എവിടെയുണ്ട്, പ്രവർത്തിക്കുന്നൊന്നുമില്ല. എന്നാൽ ഈ അഗ്നി ഇവിടെ തിരിയില് പ്രവേശിച്ചിട്ട് അവിടെ കരി ഉണ്ടാക്കുന്നു, പുക ഉണ്ടാക്കുന്നു. ഇത് തന്നെയാണ് മനസ്സിന്റെ സ്വഭാവം. വിഷയങ്ങളിൽ അങ്ങനെ ഇടപെട്ടുകൊണ്ട് കരിയും പുകയും ഒക്കെ
ഉണ്ടാക്കുന്നു. അതാ ഇവിടെ പറയുന്നത്. യഥാ പ്രദീപ, പ്രദീപം എങ്ങനെയാണോ ഘൃതവർത്തിമശ്നൻ, ഘൃതവർത്തി, ഘൃതം എന്ന് പറഞ്ഞാൽ എന്താ? നെയ്യാണ്. നെയ്യിൽ മുക്കിയ ഒരു തിരിയെ, എണ്ണയിലല്ല നെയ്യിൽ മുക്കിയ തിരിയെ അശ്നൻ ഭുജിച്ചിട്ട് ശിഖാസധൂമ, നല്ലൊരു തീനാളുണ്ടാവും, അതിൻ്റെ അറ്റത്ത് പുക, കരി പിടിച്ചൊരു പുക പോണുണ്ടാവും. അപ്പൊ പുകയെയും ഉണ്ടാക്കുന്നു, പുകയും ഉണ്ടാവുന്നു, കരിപ്പൊടിയും ഉണ്ടാവുന്നു. ഈ തിരി കത്തി കത്തി അവിടെ കരി ഉണ്ടാവുന്നു. എന്ത് കാരണമാണ്? അഗ്നി ഈ തിരിയെ ആശ്രയിച്ചത് കൊണ്ട്. അതുപോലെയാണ് മനസ്സ്. ഗുണങ്ങളിൽ ആശ്രയിച്ചോ, അപ്പൊ അവിടെ കരി ഉണ്ടാവും, പുക ഉണ്ടാവും, ബഹളം, നമുക്ക് അത് താങ്ങാൻ പറ്റുന്നതല്ല, മാലിന്യങ്ങൾ കുറെ വന്ന് കൂടും. അപ്പൊ അതെന്ത് ചെയ്യണം? അതിനെ മാറ്റി നിർത്തണം. ഈ അഗ്നിക്ക് അത് സ്വയമായിട്ട് അവിടെ പ്രകാശിച്ചു നിന്നോട്ടെ ഉള്ളിൻ്റെ ഉള്ളില്, പ്രത്യേകിച്ച് തിരിയും അതുപോലെ എണ്ണയൊന്നും കൊടുക്കണ്ട എന്ന് പറയാണ് ചെയ്യണത്. മനസ്സിനെ പറ്റിയിട്ടാണ് പറയണത്. മനസ്സ് അവിടെ ഇരുന്നോട്ടെ, നമ്മുടെ വിഷയങ്ങളിലേക്ക്, വ്യാപാരങ്ങളിലേക്ക് അതിനെ കൂട്ടി ഘടിപ്പിക്കാതിരുന്നാൽ മതി. അത് ഘടിപ്പിച്ചാൽ നമുക്ക് മോഹം, മദം, മാത്സര്യം, ക്രോധം തുടങ്ങിയിട്ടുള്ളതൊക്കെ വരും. അതാണ് അടുത്തതൊക്കെ ആയിട്ട് പറയാൻ പോണത്. എന്നിട്ട് പറയാണ് പദം തഥാ, ആ ഒരവസ്ഥയിലേക്കാണ് ഗുണകർമാനുബദ്ധം വൃത്തിർമന ശ്രയതേ. ഈ പലതരത്തിലുള്ള വൃത്തികൾ, ഗുണങ്ങളോട് ചേർന്ന് നിൽക്കുന്ന കർമ്മങ്ങൾ, ഇതിനെയൊക്കെ കൂട്ടിച്ചേർത്ത് വയ്ക്കുമ്പോൾ മനസ്സ് കലുഷമാകുന്നു. 10 കിട്ടുകിൽ 100 മതിയെന്നും, ശതമാകിൽ സഹസ്രം മതിയെന്നും. ഇതല്ലേ പോക്ക്? 10 ഉറുപ്പിക കിട്ടിയാൽ നമുക്ക് തോന്നും അയ്യോ മതിയായില്ല. നമ്മുടെ ചെലവുകളൊക്കെ അപ്പം ഇത്തിരി അങ്ങോട്ട് കൂട്ടും. പഴമക്കാരെ നമ്മൾക്കൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, ആന വരവിന് ആന ചെലവാണ്. അപ്പോൾ കുറച്ച് ചെറിയൊരു തുകയിൽ കയറിയ അധ്യാപകരായിട്ടുള്ള ഞങ്ങൾ ഇപ്പോൾ ലെവൽ കൂടി തുടങ്ങി. ലെവൽ കൂടുമ്പോഴും ബാക്കി വയ്ക്കാനൊന്നുമില്ല. അതെന്താ പറ്റിയത്? നമ്മൾ ചെലവും കൂട്ടുകയാണ്. വരവ് കൂടിയോ അപ്പം തന്നെ ചെലവും കൂട്ടും. നമുക്കിപ്പോൾ 10 ലക്ഷത്തിൻ്റെ കാറുണ്ടോ, ശമ്പള പരിഷ്കരണം ഉണ്ട്, നമ്മൾ 15 ലക്ഷത്തിൻ്റെ കാർ എടുത്തു. ഇപ്പോൾ ലോൺ അടക്കിൽ കൂട്ടി തുടങ്ങി. അപ്പോൾ എത്രയാ നമുക്ക് 10 ഉറുപ്പിക ബാക്കി വയ്ക്കാൻ പറ്റണത്? അപ്പോഴും 10 ഉറുപ്പിക തന്നെ ബാക്കി വയ്ക്കാൻ പറ്റുള്ളൂ. ഗുണകർമാനു ലിപ്തം, ഗുണത്തിനോട് അനുരക്തം, ഗുണത്തിനോടും കർമ്മത്തിനോടും ചേർന്ന് നിൽക്കുന്നതായ മനസ്സ് കലുഷമാക്കിക്കൊണ്ടേയിരിക്കും. നമുക്ക് തോന്നുകയാണ് അപ്പുറത്തുള്ള ആൾക്ക് ഇത്തിരി കൂടി നല്ല വണ്ടി, ഇത്തിരി കൂടി നല്ല വീട്, ഇത്തിരി കൂടി നല്ല സ്ഥാനം, ഇത്തിരി കൂടി നല്ല വസ്ത്രം, അതൊക്കെ വന്നപ്പോൾ ഞാൻ അതിനേക്കാളും വലിയ പദവിയിലായിരിക്കണം, എന്നെ കണ്ടാൽ മതി എന്ന് നമ്മൾ തന്നെ വിചാരിക്കും. എന്നിട്ട് നമ്മൾ അങ്ങോട്ട് പരിഷ്കാരങ്ങൾ തുടങ്ങും. അപ്പോൾ കിട്ടിയതൊക്കെ പൊയ്ക്കോളും. ഇങ്ങനെയാണ് മനുഷ്യജീവിതം. ഇതിലൊക്കെ തടയാൻ പറ്റും. ഇതൊക്കെ കേട്ടാൽ കുറേയൊക്കെ തടയാൻ പറ്റും. പരിപൂർണമായിട്ട് തടഞ്ഞ് ജഡഭരതൻ്റെ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ഇനി നമ്മൾ എത്ര ജന്മങ്ങൾ എടുക്കേണ്ടി വരും. പക്ഷെ അത് എത്തില്ല എന്ന് വിചാരിച്ചിട്ട് വീണ്ടും വിഷയങ്ങളിൽ മുഴുകല്ല വേണ്ടത്, ശ്രമിക്കുകയാണ് വേണ്ടത്. അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പാഠം. അതാണ് പദം തഥാ ഗുണകർമാനുബദ്ധം വൃത്തിർ മനശ്രയതേ. ഈ വൃത്തികളെയൊക്കെ മനസ്സിങ്ങനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒന്ന് കിട്ടുമ്പോൾ ഇനിയും ആവാം എന്ന് പറഞ്ഞിങ്ങനെ പിന്നെയും പിന്നെയും അതിലേക്ക് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അന്യത്ര, ഇനി അതൊന്നും ഇല്ലാണ്ടിരുന്നാലോ, മനസ്സും ബുദ്ധിയും കൂടി പതുക്കെ ഇനി ഇവിടെ വലിയ പണിയൊന്നുമില്ല, ഇവിടെ വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല, മനസ്സിനെ ഇവിടെ നിന്ന് മാറ്റി നിർത്തി, അപ്പോൾ ഭഗവത് പാദങ്ങളിലേക്ക് പോവാം എന്ന് തോന്നി തുടങ്ങും. അപ്പോഴേ തത്വചിന്തയിലേക്കുള്ള പോക്ക് തുടങ്ങുള്ളൂ. അല്ലാത്തടത്തോളം നമ്മൾ വിചാരിക്കും എൻ്റെ മനസ്സൊക്കെ നല്ല കൺട്രോളിലാണ് എനിക്ക് എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു കൺട്രോളിലും ആയിട്ടുണ്ടാവില്ല. പക്ഷെ ശ്രമിക്കണം, അതാണ് പറഞ്ഞത്. അതാണ് ഈ 8ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടി ചൊല്ലിക്കോളും. ഗുണാനുരക്തം വ്യസനായ ജന്തോ ക്ഷേമായ നൈർഗുണ്യമഥോ മനസ്യാത് യഥാ പ്രദീപോ ഘൃതവർത്തിമശ്നൻ ശിഖാസധൂമാ ഭജതി ഹ്യന്യദാസ്വം പദം തഥാ ഗുണകർമാനുബദ്ധം വൃത്തിർമനശ്രയതേന്യത്ര തത്വം. ഇനി നമുക്ക് അടുത്ത ഉപദേശത്തിലേക്ക് എന്താണ് ഭരതയോഗീശ്വരൻ പറയണതെന്ന് നോക്കാം. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള തന്നെ ശ്ലോകങ്ങളാണ്. മനസ്സിൻ്റെ വൃത്തികൾ എങ്ങനെയൊക്കെയാണ് വരണത് എന്ന് ഒന്നുകൂടിയും വ്യക്തമാക്കുകയാണ്. ഏകാദശാസൻ മനസോ ഹി വൃത്തയ ആഗൂതയ പഞ്ചധിയോഭിമാന മാത്രാണി കർമാണി പുരം ച താസാം വദന്തി ഹൈകാദശ വീരഭൂമി. വീര,
എന്ന് അഭിസംബോധന ചെയ്യാണ്. അങ്ങൊരു വീരനാണ്, രാജാവാണ്, രാജ്യകാര്യങ്ങളൊക്കെ നന്നായി നോക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഹേ വീര. മാത്രമല്ല ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിലേക്കൊക്കെ മനസ്സ് വ്യാപരിപ്പിക്കാൻ തുടങ്ങിയല്ലോ, അതൊരു വലിയ കാര്യം തന്നെയാണ്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും വളരെ കേമായിട്ട് ഉപദേശിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് വലിയ താല്പര്യമില്ലാത്ത വിഷയമാണ്, താങ്കൾ എന്താ വെച്ചാൽ പറഞ്ഞോളൂ, ഞാൻ കേൾക്കണില്ല എന്ന് പറഞ്ഞിട്ട് എണീറ്റ് പോകുന്ന എത്രയോ ആൾക്കാരെ നമ്മൾ കാണും. എല്ലാ പ്രായക്കാരും എല്ലാ കാലത്തും ഒരുപോലെയും ആയിക്കൊള്ളണം എന്നൊന്നുമില്ല. അപ്പം അതുകൊണ്ട് അങ്ങ് അങ്ങനെയല്ല ചെയ്തത്. ഞാൻ പറഞ്ഞു തരണേ എൻ്റെ കൂട്ടത്തിൽ അങ്ങക്ക്, ഓ ഇതിലെന്തൊക്കെ ഉണ്ട്, ഇത് മനസ്സിലാക്കാനുള്ളതാണ്, ഞാൻ എങ്ങടാണോ പോവാൻ ഉദ്ദേശിച്ചത് അവിടേക്ക് പോകാതെ തന്നെ വിഷയങ്ങൾ കിട്ടും എന്നുള്ള തോന്നല് അങ്ങക്ക് ഉണ്ടായില്ലോ. അതുകൊണ്ട് തന്നെയാണ് അങ്ങയെ വീര എന്ന് അഭിസംബോധന ചെയ്തത് എന്നാണ് അർത്ഥം മനസ്സിലാവുന്നത്. എന്നിട്ട് പറയാണ്, മനസ്സിന്റെ വൃത്തികൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്ന് പറയാണ്. മനസ്സഹ വൃത്തയഃ ഏകാദശ. നമ്മളിത് കൂടെ ചൊല്ലിയില്ല, ചൊല്ലിയിട്ട് അർത്ഥത്തിലേക്ക് കിടക്കാം. ഏകാദശാസൻ മനസോ ഹി വൃത്തയ. ചൊല്ലിക്കൊടു. ആകൂതയ പഞ്ചധിയോഭിമാന മാത്രാണി കർമാണി പുരം ച താസാം വദന്തി ഹൈകാദശ വീരഭൂമി. അർത്ഥം പറയാണ്, മനസ്സഹ വൃത്തയ, മനസ്സിന്റെ വൃത്തികൾ. ഞാൻ കഴിഞ്ഞ ശ്ലോകം പറഞ്ഞപ്പോൾ പറഞ്ഞു, മനസ്സിന്റെ വൃത്തികൾ എന്ന് പറഞ്ഞാൽ മനസ്സ് പുറത്തേക്ക് വന്ന് എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും വ്യാപാരങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇല്ല. മനസ്സിന് വൃത്തികള് 11 അതാണ് മനസ വൃത്തയ ഏകാദശ. 11 ആകുന്നു. ഏകാദശ ആസൻ. ആസൻ എന്ന് പറഞ്ഞാല് ശരിക്കും മുമ്പുണ്ടായിരുന്നു എന്നാണ്. മുമ്പുണ്ടായിരുന്നോ ഒന്നുമല്ല, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അത് ആ വൃത്തം ഒപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞതാവും. സന്ധി എന്നേ പറയേണ്ടതുള്ളൂ. മനസ്സിന് 11 വ്യാപാരങ്ങൾ ഉണ്ട്. ഏതൊക്കെയാണത്? ആകൂതയ പഞ്ച ധിയ പഞ്ച. അതായത് ആകൂതയ പഞ്ച എന്ന് പറഞ്ഞാൽ ആകൂതികൾ എന്ന് പറഞ്ഞാൽ ക്രിയകളാണ്. ക്രിയകൾ കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിന്റെ തുടക്കത്തിലും നമ്മൾ പറഞ്ഞുവല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറഞ്ഞതാണ്, ഇപ്പൊ പറഞ്ഞില്ല. ആകൂതികൾ എന്ന് പറഞ്ഞാൽ ക്രിയകൾ ചെയ്യുന്നു. നമ്മുടെ ശരീരത്തില് 5 ജ്ഞാനേന്ദ്രിയങ്ങള്, 5 കർമ്മേന്ദ്രിയങ്ങള്, രണ്ടും കൂടിയിട്ട് 10 ഇന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ് ജ്ഞാനേന്ദ്രിയങ്ങള്? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. ഇതാണ് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. 5 കർമ്മേന്ദ്രിയങ്ങൾ ഏതൊക്കെയാ? വാക്, പാണി, പാദ, പായു, ഉപസ്ഥങ്ങൾ. അതിൻ്റെ പ്രവൃത്തി കൃത്യമായിട്ട് നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നടക്കുന്നത്. ഈ ബാഹ്യമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന 5 ഇന്ദ്രിയങ്ങളെ പറ്റിയിട്ടാണ്. പിന്നെ യാതൊരു മുടക്കവും കൂടാതെ ഉള്ളിൽ കുറേ എണ്ണം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ചൊന്നുമല്ല പ്രവർത്തിക്കണേ. നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴേ ഇതൊക്കെ നിർത്തിപ്പോയേനെ അല്ലേ? ശ്വാസം വലിക്കണം എന്നുള്ളത് നമ്മൾ ആഗ്രഹിച്ചിട്ടാണ്. വേണം എന്ന് വിചാരിച്ചാലേ ശ്വാസം വലിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ മറന്നേ പോയി, നമ്മൾ എന്നേ മണ്ണിൻ്റെ അടിയിൽ പോയേനെ അല്ലേ? നമ്മൾ അടുപ്പത്തൊരു സാധനം വെക്കണോ, നമ്മൾ ആ മറ്റേ റൂമിൽ പോയിരിക്കണോ, എന്താ വെച്ചതെന്ന് തന്നെ ഓർമ്മയില്ലാതെ ആവുള്ളൂ. 10 മിനിറ്റ് കഴിയുമ്പോൾ ഒക്കെ കരി പിടിച്ച് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഇടയ്ക്കെങ്കിലും അടുക്കളയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക്, ഇന്ന് ആൺപെൺ ഭേദമില്ലാതെ എല്ലാം ചെയ്യുന്നവരാണ്, ഒക്കെ അനുഭവിക്കാറുണ്ടാവും. പിന്നെ ആ പാത്രം ഒന്ന് തേച്ച് മെഴുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ആലോചിക്കുമ്പോൾ എന്തിനാ അവിടെ പോയിരിക്കണേ, അടുക്കളയിൽ തന്നെ നിന്നാൽ മതിയല്ലോ എന്ന് തോന്നാറുണ്ട്. അപ്പോൾ ഈ ഓർമ്മയോടുകൂടി ചെയ്യേണ്ടതാണ് ശ്വാസം വലിക്കലും ഉള്ളിലെ ഹാർട്ട് ബീറ്റിങ്ങും ഒക്കെ. എങ്കിൽ അതൊന്നും നമ്മൾ പകുതി ചെയ്തിട്ട് തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. അതല്ല, അതങ്ങനെ എപ്പോഴും അതിനെ പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വിട്ടത് തന്നെ. ആദ്യം ഹൃദയം പ്രവർത്തിച്ചു തുടങ്ങും, പിന്നെ നമ്മുടെ ഉള്ളിലുള്ളതായ എല്ലാതും പ്രവർത്തിക്കുന്നുണ്ട്. അതിനെ കവചമാക്കിക്കൊണ്ട് വളരെ ശക്തമായിട്ടുള്ളൊരു കവചം അല്ലെങ്കിൽ ഒരു ഉപാധി നമുക്ക് തന്നിട്ടുണ്ട് ത്വക്ക്. അതുപോലെ മറ്റിന്ദ്രിയങ്ങളാണ് കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി. കണ്ണ് നല്ല കാണാനുള്ളതാണ്, നല്ലതൊക്കെ കാണാനുള്ളതും ചീത്ത കാണാനുള്ളതും തന്നെയാണ് കണ്ണ്. അതിലെന്താ ആവശ്യമുള്ളത് എന്നുള്ളത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുക എന്ന് പറയും. അപ്പോഴാണ് മനസ്സിൻ്റെ കണക്ഷൻ വരുന്നത്. ഇന്ദ്രിയങ്ങളൊക്കെ അറിവിനെ അകത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്ന നീർച്ചാലുകളാണ്. അതൊക്കെ കൊണ്ടെത്തുന്ന ഒരു വലിയ തടാകമാണ് മനസ്സ്. അവിടേക്കാണ് കണ്ണിൽ കൂടെയുള്ള അറിവുകൾ വരും,
മൂക്കുകൂടെയുള്ള അറിവുകൾ വരും, ചെവിയിൽ കൂടെയുള്ളത് വരും, അതുപോലെ ത്വക്കിൽ കൂടെയുള്ള അറിവുകൾ വരും, പിന്നെ ഏതാണ് നാവിൽ കൂടെയുള്ള അറിവുകൾ. ഇങ്ങനെ എല്ലാ അറിവുകളും വന്നുകൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് നമ്മുടെ കയ്യും കാലും ഒക്കെ പ്രവർത്തിപ്പിക്കും. നല്ല അസല് വിശപ്പുണ്ട്, എവിടെ നിന്നോ നല്ല വാസനയൊക്കെ വരുന്നുണ്ട് ഭക്ഷണങ്ങളുടെ, പ്രവർത്തിക്കുക കയ്യും കാലും ഒക്കെ, നടന്നു പോകുക തന്നെ അടുക്കളയിലേക്ക് അല്ലേ, അല്ലെങ്കിൽ എവിടെയാ ഭക്ഷണം കിട്ടണേ അവിടേക്ക് നമ്മൾ കയറി പോകുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു മാർഗമാണ് ഇതിൽ കൂടെ മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ഉഷ്ണിച്ചിട്ട് പോയി, അപ്പുറത്ത് കാറ്റ് കുറേശ്ശെ ഫാനിട്ടതിൻ്റെ കാറ്റ് വരുന്നത്, നടന്നു പോയി നമ്മുടെ പ്രവർത്തനം നടത്തി അവിടെ പോയിരുന്നു, കാറ്റ് കൊണ്ടു. അപ്പോൾ അങ്ങനെയുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ വിസർജനങ്ങൾ, ശരീരം നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും, അത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ പ്രത്യുത്പാദനം, അതും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം കർമ്മങ്ങളാണ്. 5 കർമ്മേന്ദ്രിയങ്ങൾ നമുക്കുണ്ട്. ഈ കയ്യ്, കാല്, വിസർജനാവയവങ്ങൾ, ഇതൊക്കെ ചേർത്തുകൊണ്ട് നാവ്, രണ്ടിലും പെടുന്നതാണ് നാവ്. കർമ്മേന്ദ്രിയവുമാണ്, അതേസമയം ജ്ഞാനേന്ദ്രിയവുമാണ്. അങ്ങനെയുള്ള നാവും ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള 10 എണ്ണത്തിൻ്റെ പ്രവർത്തനമാണ് ഇവിടെ ശരീരത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് മനസ്സിൻ്റെ വൃത്തികൾ എന്ന് പറയുന്നത്. ഏകാദശ 11. അതെങ്ങനെയാണ്? ക്രിയാരൂപത്തിലിരിക്കുന്നത് 5, അറിവിൻ്റെ രൂപത്തിലിരിക്കുന്നത് 5. അപ്പോൾ 5 5 10 പിന്നെ ഇതൊക്കെ വന്നു ചേരുന്നത് ആരിലാ? അഭിമാനം, എന്നിലാണ്. ഞാൻ എന്ന ഭാവം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഞാനെന്ന ഭാവം വന്നു തുടങ്ങിയോ അവട്ട അടിക്കണം എന്ന് പറയും. ആ ഞാനെന്ന ഭാവമല്ല. ഇവിടെ ഓരോ ഞാന്മാരുണ്ടല്ലോ, എന്നെ എന്നല്ല, ഞാൻ എന്ന് പറയുന്ന ഈ ഒരു ഞാനുണ്ട്, ആ ഒരു ഞാനുണ്ട്, ഈ ഒരു ഞാനുണ്ട്, ഇങ്ങനെ ഓരോരോ ഞാനുകളുണ്ട്. ആ ഞാനിലേക്കാണ് ഇതൊക്കെ വന്നു ചേരുന്നത്. ഭാഷാപരമായിട്ട് അങ്ങനെ പറയാൻ പാടില്ല, അത് തെറ്റാണ്. എന്നിലേക്കാണ് വരേണ്ടതെന്നേ പറയാവൂ. പക്ഷെ ഈ ഒരു ദർശനത്തിനെ പറ്റി പറയുമ്പോൾ ഞാൻ എന്ന് പറയുന്നത് പ്രതി വ്യക്തിയിലും ഉൾക്കൊള്ളുന്നതായ ആ ചൈതന്യത്തെയാണ്. അതാണ് അഭിമാനം. അങ്ങനെ 11 വൃത്തികൾ മനസ്സിനുണ്ട്. ഇനി അത് പ്രവർത്തിക്കുന്നത്, അതാണ് ഇവിടെ പറഞ്ഞത്. ഇത് കർമ്മങ്ങളുമായിട്ടും അതിൻ്റെ തന്മാത്രകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ എവിടെയോ ഒരു പടക്കം പൊട്ടി, വായിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട്, അല്ലെങ്കിൽ മൊബൈൽ എടുത്തു വെച്ചിട്ടാണ് എല്ലാ പണിയും നമ്മളൊക്കെ ചെയ്യുക. ക്ലിങ് എന്നൊരു ശബ്ദം വന്നു, വായന നിർത്തി. നമുക്ക് അത്യാവശ്യമല്ല, എന്തോ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ മുകളിൽ കയറി 5 മിനിറ്റ് കൊണ്ട് തിരിച്ചു വന്ന് പുസ്തകം വായിക്കാമെന്ന് ഉദ്ദേശിച്ച ഒരാളായിരുന്നു ഞാൻ. എന്നിട്ടോ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഞാനൊരു പുസ്തകം വായിക്കുകയായിരുന്നല്ലോ എന്നുള്ള ഒരു പഴയ സ്മൃതി കയറി വരുന്നത്. അതാണ് മൊബൈലിൻ്റെ, അതായത് നവമാധ്യമങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നതാണ്. നല്ലതാണ് ഞാൻ പറയുന്നത്, അതിൽ മുഴുവനും തെറ്റാണ് നമ്മളെ പഠിപ്പിക്കണമെന്നൊന്നുമല്ല. അതിൻ്റെ വഴികളും അവിടെ ഉണ്ടാവാം, നല്ല വഴികളും ഉണ്ടാവാം. പക്ഷേ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് വന്നു തുടങ്ങിയിരിക്കുന്നത് മനസ്സ്, ആചാര്യസ്വാമികൾ പറഞ്ഞ പോലെ തന്നെ വെറുതെ ചപലമായി തുടങ്ങിയിരിക്കുക. 10 മിനിറ്റ് കൂടുമ്പോൾ ഇതെടുത്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവിടെ ലോകത്ത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, നമ്മൾ അതിലാരും പങ്കാളികളായില്ല എന്നുള്ള ആവശ്യമില്ലാത്തൊരു കുറ്റബോധം നമുക്കൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ അധ്യാപകർ പലരും അനുഭവിച്ചിട്ടുണ്ടാവുന്നൊരു കാര്യമാണ്. ഈ കൊറോണ കാലഘട്ടത്തിന് ശേഷം ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഞാൻ അനുഭവിച്ചതാണ് ഞാൻ പറയണത്. കുട്ടികളെ ഒന്ന് മൊബൈലിൽ നിന്ന് മാറ്റി പുസ്തകത്തിലേക്ക് കൊണ്ടുവരാനുണ്ടായൊരു പാട്. അവർ ഇതുപോലെയാണ്. നമ്മളിപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുകയാണെന്നുള്ള സമയത്ത്, പലതും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത് മൊബൈൽ വയ്ക്കുമ്പോൾ നിയന്ത്രണമില്ലാതെ എടുക്കുമല്ലോ, അതേപോലെയാണ് കുട്ടികൾ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയായിരുന്നു ആ കാലത്ത്. അതിൽ നിന്ന് കൊണ്ടുവരാൻ, മാറ്റിയെടുക്കാൻ, മൊബൈലൊന്നും ക്യാമ്പസുകളിലേക്ക് കൊണ്ടുവരരുതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ എല്ലാവരും എടുത്തോളേൻ മൊബൈല്, നമ്മൾ ഓൺലൈൻ ക്ലാസ് എടുക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് അതിനെയൊക്കെ സാർവജനീനമാക്കി. പറ്റില്ല, പുതിയ കാലത്ത് അതൊക്കെ വേണ്ടി വരും. അതിൽ നിന്ന് പലതും നമുക്ക് നേടിയെടുക്കാനുണ്ടാവും. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാലത്ത് അത് അറിവിൻ്റെ ഉപാധി തന്നെ ആയിട്ടിരുന്നോട്ടെ, പക്ഷേ അതിൽ നിന്നും മറ്റു ചില വേറെയും ഉപാധികൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മനസ്സിനെ, ബുദ്ധിയുടെ ശക്തി, അവിടെയാണ് ബുദ്ധിയുടെ ശക്തി നമ്മൾ എന്താന്ന് മനസ്സിലാവണം. മനസ്സ് എപ്പോഴും ഇങ്ങനെ പ്രിയത്തിൻ്റെ പിന്നാലെ പോവും, ബുദ്ധി എപ്പോഴും ഹിതത്തിൻ്റെ പിന്നാലെ പോവും എന്നാണ് പറയാം. ഹിതം എന്ന് പറഞ്ഞാലും പ്രിയം എന്ന് പറഞ്ഞാലും രണ്ടും രണ്ടാണ്. പ്രിയം എന്ന് പറഞ്ഞാൽ എന്താ? പ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രസം തോന്നുന്ന സാധനങ്ങളൊക്കെ പ്രിയങ്ങളാണ്. ചിലപ്പോൾ അതൊന്നും ഹിതമായി കൊള്ളണമെന്നില്ല. ചെറിയ പ്രായക്കാരോട്, ഇവിടെ ആരും ഇല്ല, ചെറുബാല്യക്കാരോടൊക്കെ പറയും ഇങ്ങനെ നടക്കരുത്, ഇന്നാൾ അങ്ങനെ കൂട്ടുകൂടി പോവരുത്,
ആ ബന്ധം നന്നല്ല എന്നൊക്കെ പാരൻസ് പറയും. കുട്ടികൾ ഏയ് ഞങ്ങൾക്ക് ഇത് നല്ല ഇഷ്ടമായിട്ടാണ് തോന്നുന്നത്, ഞങ്ങൾ അങ്ങനെ തന്നെ പോവും എന്ന് പറഞ്ഞ് ആ കൂട്ടും കൂടി പോവും. അത് അരുത് പറഞ്ഞാലും കേൾക്കില്ല. അത് ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദുശീലങ്ങൾ ബാക്കിയുള്ളവർക്കൊക്കെ വലിയ ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ആളെ സംബന്ധിച്ചിടത്തോളം അത് പ്രിയമാണ്. ആ ആൾക്ക് ശരിക്കും അത് ഹിതമല്ല. ഹിതം എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവനും നമുക്ക് എന്താണോ നല്ലതായിരിക്കുന്നത് അതാണ് ഹിതം. അതിലേക്ക് പോകാനുള്ള പ്രേരണ കിട്ടണമെങ്കിൽ ബുദ്ധിയോട് ചോദിക്കണം, മനസ്സിനോട് ചോദിച്ചിട്ട് കാര്യമില്ല. മനസ്സവിടെ കുരങ്ങൻ്റെ പോലെ ഓരോന്നിലും ആടിയും പാടിയും ചാടിയും അങ്ങനെ നടക്കും. അതുകൊണ്ട് മനസ്സിൻ്റെ വൃത്തികൾ എന്ന് പറയുമ്പോൾ സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്യണം. പിന്നെ എന്തിനാ തമ്പുരാൻ നമുക്ക് ഇങ്ങനെ ഒരു മനസ്സ് തന്നത്? നമ്മൾ ആരായാലും ചോദിച്ചു പോണൊരു ചോദ്യമാണ്. ഞാനും ഇന്ന് കുറേ ചോദിച്ചു, ഇത്രയും ചപലമായിട്ടുള്ളൊരു വസ്തുവിനെ എന്തിനു കൂട്ടി ഘടിപ്പിച്ചു? എന്തിനാ ഘടിപ്പിച്ചത്? അല്ലെങ്കിൽ നമ്മൾ ആരായിപ്പോയി? എല്ലാവരും സന്യാസിമാരായി പോകും. ലോകത്തിൻ്റെ ഭംഗി കുറച്ച് ചിലപ്പോൾ പോവുമോ എന്നൊരു സംശയം. കുറച്ചൊക്കെ ഒരു അറ്റാച്ച്മെൻറ്റ് വേണ്ടേ? മക്കളോട് അറ്റാച്ച്മെൻറ്റ് വേണ്ടേ? കുട്ടിക്കാലത്ത് വേണം, എന്താ കിടക്കണു നമ്മുടെ സുന്ദരക്കുട്ടൻ, അത് ഉറങ്ങിയോ സംശയമുണ്ട്. ഏതായാലും അങ്ങനെയുള്ളവരെയൊക്കെ അറ്റാച്ച്മെൻറ്റോട് കൂടിയിട്ട് അല്ലാണ്ട് നോക്കിയാലോ? അത് പറ്റില്ല. അതിനൊക്കെ വേണം. പക്ഷെ നമ്മൾ പിന്നെ 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 ശീലിക്കണം. എന്ത്? നിസ്സംഗത്വം. അത് കിട്ടണമെങ്കിൽ സത്സംഗത്വം. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, അല്ലേ? അങ്ങനെ 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 അവസാനമാണ് ജീവൻമുക്തിയിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ പഠിച്ചു വന്നാലേ നമ്മൾ തെളിയുള്ളൂ. അല്ലാതെ ആദ്യമേ തന്നെ, അല്ലെങ്കിൽ ജഡഭരതനെ പോലെയുള്ളവരൊക്കെ ആവണം, ആരെന്ത് പറഞ്ഞാലും നമുക്ക് ഫീൽ ചെയ്യില്ല, പ്രശ്നമില്ല. അതൊന്നും അല്ലല്ലോ. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും ഫീൽ ചെയ്യാൻ വേണ്ടിയിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അയ്യോ അതങ്ങനെ പറഞ്ഞു, അവിടുന്ന് ഒരു വാർത്ത കേട്ടു, ഇവിടുന്ന് ഒരു വാർത്ത കേട്ടു, അതിനെയൊക്കെ വിട്ടുകളയൂ എന്ന് എത്ര ഉപദേശിച്ചാലും നമ്മൾ വിട്ടുകളയൊന്നുമില്ല. നമ്മൾ അതിനെ കൊണ്ട് നടന്ന് നാലാളോട് പറഞ്ഞ് പൊലിപ്പിച്ച് വിഷമിച്ച് അങ്ങനെ കുറേ കഴിഞ്ഞാലേ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് പോവുള്ളൂ. അതൊരു തരം സൈക്കോളജിയാണ്. അങ്ങനെ അങ്ങനെ പോകണത് നല്ലതാണ്, പോകണം. പക്ഷെ പോവാതിരിക്കരുത്. ഇത്ര അധികം ഓർത്തൊന്നും വയ്ക്കണ്ട എന്ന് പലപ്പോഴും ഞാൻ കേൾക്കാറുണ്ട്. ഏതോ കാലത്ത് എന്തെല്ലാം സാധനങ്ങൾ എപ്പോഴൊക്കെ ഓർമ്മ വരുമ്പോൾ എന്നോട് പറയും, ഇത്ര അധികം ഒന്നും ഓർക്കണ്ടെന്ന്. എന്താ നിവൃത്തിയില്ല, ഓർത്ത് പോവാണ്. അത് ആവശ്യമില്ലാത്തതാണ്. ആവശ്യമുള്ളത് മാത്രം ഓർത്തു വെച്ചാൽ മതി. അത് മനസ്സിൻ്റെ കളിയാണ്. മനസ്സ് നമ്മളെ കൊണ്ട് ഓരോ സന്ദർഭത്തിലും ഓരോന്നിങ്ങനെ, അതങ്ങനെയായിരുന്നില്ലേ, ഇതിങ്ങനെയായിരുന്നില്ലേ, നിനക്ക് ഓർമ്മയില്ലേ എന്ന് പറഞ്ഞ് നമ്മളെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അതല്ലാത്തൊരു ഞാൻ അവിടെ ഇരിക്കേ തന്നെ. അതാണല്ലോ നമ്മൾ രാത്രി കിടന്നുറങ്ങി വെളിച്ചായിട്ട് നമ്മൾ പറയും, മഴയൊക്കെ പെയ്തു, നമ്മളൊന്നും അറിഞ്ഞില്ല, ഞാൻ സുഖമായിട്ട് ഉറങ്ങി. അപ്പം ഞാൻ സുഖമായിട്ട് ഉറങ്ങിയെന്ന് എങ്ങനെ എനിക്ക് മനസ്സിലായേ? അത് സുഖമായിട്ട് ഉറങ്ങുമ്പോഴും ആ ഉറക്കത്തിനെ മനസ്സിലാവുന്ന വേറെന്തോന്നും അവിടെ ഉണ്ട്. സുഖമില്ലാണ്ട് ഉറങ്ങിയാലും അത് മനസ്സിലാവും. ഇന്ന് കുറേ ഉണർന്നു, അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ കുറേ ഉണരുണ്ടായിരുന്നു, 3-4 തവണയൊക്കെ എണീറ്റു, ഒട്ടും സുഖമില്ല, രാത്രിയിലത്തെ ഉറക്കം എന്തോ കുറേ ചിന്തകൾ ഇതൊക്കെ വന്നിട്ട് ഉറക്കം ശരിയായില്ല. ഉറക്കം ശരിയായാലും മനസ്സിലാവും, ഉറക്കം ശരിയായില്ലെങ്കിലും മനസ്സിലാവും. ഇന്നലെ ഇടിവെട്ടി മഴ പെയ്തോ, ഞാനറിഞ്ഞില്ല, അത്ര സുഖമായിട്ടാണ് ഉറങ്ങിയത്. അപ്പോൾ ആ ഉറക്കത്തിൻ്റെ സുഖത്തെ അളക്കുന്ന മറ്റെന്തോ ഒന്ന് നമ്മുടെ ഉള്ളിലുണ്ട്, ഒരു ചൈതന്യമുണ്ട്. അപ്പോൾ അതാണ് മനസ്സ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അതിനെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ പിന്നെ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ആ മനസ്സിൻ്റെ വ്യാപാരങ്ങളെ പറ്റിയിട്ടാണ് അടുത്ത ശ്ലോകത്തിൽ. ആ 11 പറ്റി പറഞ്ഞുല്ലോ. ഇനി നമ്മൾ 10ാമത്തെ ശ്ലോകത്തിൽ ഞാനൊന്ന് ചൊല്ലാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ചൊല്ലിയിട്ട് അതിൻ്റെ അർത്ഥത്തിലേക്ക് കിടക്കാം. ഈ ശ്ലോകം വേണമെങ്കിൽ ഒന്നുകൂടി ചൊല്ലാം, അല്ലേ? 9ാമത്തെ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം, ഒരുമിച്ച് ചൊല്ലാം. ഏകാദശാസൻ മനസോ ഹി വൃത്തയ ആകൂതയ പഞ്ചധിയോഭിമാന മാത്രാണി കർമാണി പുരം ജതാസാം വദന്തി ഹൈകാദശ വീരഭൂമി. ഭൂമിഹി ഭൂമികൾ, ഭൂമികളെ എന്നാണ് അർത്ഥം വരുന്നത്. ദ്വിതീയ ബഹുവചന വാക്കാണത്. ഇതൊക്കെയാണ് മനസ്സിൻ്റെ ഭൂമികളെ എന്ന് നമ്മൾ ഭൂമികളെന്ന് തിരിച്ചറിയണം. 11. അവിടെ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നു, അതിനനുസരിച്ചുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്തൊക്കെയാണത് എന്ന് പറയാണ് 10ാമത്തെ ശ്ലോകം. നോക്കൂ. ഗന്ധാകൃതി സ്പർശരസശ്രവാംസി വിസർഗരത്യർത്യഭിജൽപശില്പാഃ ഏകാദശം സ്വീകരണം മമേതി ശയ്യാമഹം ദ്വാദശമേക ആഹു. ചൊല്ലാം.
ഗന്ധാകൃതി സ്പർശരസശ്രവാംസി. ഒന്നുകൂടി ചൊല്ലും. വിസർഗരത്യർത്ഥ്യഭിജൽപശില്പാഃ ഏകാദശം സ്വീകരണം മമേതി ശയ്യാമഹം ദ്വാദശമേക ആഹു. ഇത് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയ വ്യാപാരങ്ങളെ പറ്റി തന്നെയാണ് പറയണത്. ഗന്ധം, വാസന. ആദ്യം പറഞ്ഞല്ലോ, എന്തിൻ്റെയൊക്കെയോ വാസന വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അത് തിരിച്ചറിയും. അതാണ് ഗന്ധ ആകൃതി. ആകൃതി എന്ന് പറഞ്ഞാൽ രൂപമാണ്. ഗന്ധം എന്ന് പറഞ്ഞാൽ മൂക്കുകൊണ്ട് നമ്മൾ ശ്വസിച്ച് മനസ്സിലാക്കുന്നത്, ആകൃതി കണ്ണുകൊണ്ട് കാണുന്നത്. ഇനി രസം നാവ് കൊണ്ട് രുചിച്ച് മനസ്സിലാക്കുന്നത്, ശ്രവാംസി കേട്ട് മനസ്സിലാക്കുന്നുണ്ട്, കാതുകൊണ്ട് മനസ്സിലാക്കുന്നത്. ഇനി വിസർഗം. വിസർഗം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ എന്താ വിസർഗം? സംസ്കൃതത്തിൽ എപ്പോഴും വിസർഗം എന്ന് പറയില്ലേ, അവസാനം ഇടുന്ന 2 കുത്ത്, അല്ലേ വിസർഗം. ശരിക്കും ആ വാക്കിന് എന്താ അർത്ഥം അറിയോ? വിസർജനം എന്ന് തന്നെയാണ്. അവസാനിപ്പിക്കുക, കളയുക എന്ന് തന്നെയാണ്. ആ വാക്ക് അങ്ങോട്ട് തീരല്ലേ, അതുതന്നെയാണ്. മാം വിസർജ്യതാം എന്നൊരു തവള പറയാണ്, എന്നെ വെള്ളത്തിൽ കൊണ്ട് കളഞ്ഞോളൂ എന്ന്. കേട്ടാൽ നമ്മൾ അയ്യോ എന്തൊരു വാക്കാണിത് എന്ന് മലയാളികൾക്ക് തോന്നിപ്പോവും. സംസ്കൃതത്തിൽ കുഴപ്പമൊന്നുമില്ല. എന്നെ വെള്ളത്തിൽ കൊണ്ടിടൂ. ഈ പഞ്ചതന്ത്രം കഥകളിൽ എവിടെയോ പറയണതാണ്. വെള്ളം കിട്ടാതെ നടക്കുന്ന ഒരു തവളയാണ് തോന്നുന്നു, അതിനെ കൊണ്ട് വെള്ളത്തിലിടാൻ അത് പറയാണ്, മാം ജലേ വിസർജ്യതാം, എന്നെ വെള്ളത്തിൽ കൊണ്ടിടൂ എന്ന്. ആ വാക്കിൽ നിന്ന് തന്നെയാണ് വിസർഗ എന്നുള്ള വാക്ക് വരുന്നത്. അത് സംസ്കൃതത്തിൻ്റെ പ്രത്യേകതയാണ്. മലയാളത്തിലൊക്കെ നമ്മൾ അൻ എന്നൊക്കെ പറയുന്ന പുരുഷ പ്രത്യയം ഉണ്ടല്ലോ, രാമൻ, കൃഷ്ണൻ, മാധവൻ, കേശവൻ എന്നൊക്കെ പറയുന്ന ആ അൻ ആണ് സംസ്കൃതത്തിൽ അഹ് എന്നുള്ള രീതിയിൽ നിൽക്കുന്നത്. അത് മാത്രമൊന്നുമല്ല, കുറേ വേറെ ഉണ്ട്. അത് അപ്പോൾ ഏതാണ്ടൊരു അറിവുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ വിസർഗത്തോട് കൂടിയിട്ടാണെങ്കിൽ അവിടെ ആ വാക്ക് തീർന്നു എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ ആ അർത്ഥത്തിലല്ല കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്, വിസർജനം എന്ന് തന്നെയാണ്. മലമൂത്ര വിസർജനങ്ങൾ അത് മോശമാണെന്ന് നമുക്ക് തോന്നുമെങ്കിൽ ഇത് ഇല്ലാണ്ടൊന്നും പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ അകത്തേക്ക് ഭക്ഷണം ചെല്ലുന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോകുകയും വേണം. അതിന് 2 തരം വിസർജനങ്ങൾ, മലരൂപത്തിലും മൂത്രരൂപത്തിലുമുള്ളതായ വിസർജനം. അടുത്തത് രതി, അത് പ്രത്യുത്പാദനത്തിനുള്ള രതിക്രീഡകൾ. പിന്നെന്താണ് അഭിജൽപ്പം. അഭിജൽപ്പം എന്ന് പറഞ്ഞാൽ ജൽപ്പനം ചെയ്യാന്ന് പറഞ്ഞാൽ പറയുക എന്നൊക്കെയാണ് അർത്ഥം. അഭിജൽപ്പം എന്ന് പറഞ്ഞാൽ നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം, നല്ലോണം വർത്തമാനം പറയാൻ പറ്റണം, നല്ല നല്ല പദങ്ങൾ, അതാണ് അഭിജൽപ്പങ്ങൾ. അതിന് ശക്തി ഉണ്ടാവണം. അതൊക്കെയാണ് ഈ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മനസ്സിൻ്റെ ശക്തി കൊണ്ട്. അഭിജൽപ്പം. ശില്പാഹ, ശില്പങ്ങൾ എന്ന് പറഞ്ഞാൽ കൈകൊണ്ടുണ്ടാക്കുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സാധാരണ ഭാഷയിൽ എന്താ പറയുക, ശില്പം എന്ന് പറഞ്ഞാൽ കൊത്തുപണിയൊക്കെ ഉള്ള സാധനങ്ങളെയൊക്കെ നമ്മൾ ശില്പം എന്ന് പറയാറുണ്ട്. ഇവിടെ ശില്പം എന്നുള്ള പദം കൊണ്ട് കൈകൊണ്ട് ചെയ്യണ എല്ലാ പ്രവൃത്തിയുമാണ് ശില്പം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കൊത്തുപണിയൊന്നും വേണ്ട, വെറുതെ ഉള്ള കൈകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ തന്നെ ശില്പങ്ങളാണ്. ഇനി അതിൻ്റെ ഇടയ്ക്ക് ഒരു വാക്ക് വിട്ടുപോയി, അർത്തി. അർത്തി എന്ന് പറഞ്ഞാൽ സഞ്ചാരം, ഗമനം. അപ്പോൾ 5 ജ്ഞാനേന്ദ്രിയങ്ങളുടെയും 5 കർമ്മേന്ദ്രിയങ്ങളുടെയും പ്രവൃത്തി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. കാണുക, അതുപോലെ ഗന്ധം തിരിച്ചറിയുക, കേൾക്കുക, സ്വാദ് മനസ്സിലാക്കുക, സ്പർശിക്കുക, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. 5 കർമ്മേന്ദ്രിയങ്ങളും പറഞ്ഞു കഴിഞ്ഞു. പറയുക, അതുപോലെ നടക്കുക, കൈകൊണ്ടുള്ള പ്രവൃത്തികൾ ചെയ്യുക, വിസർജനം നടത്തുക, രതിക്രീഡകൾ ചെയ്യുക, 5 കർമ്മേന്ദ്രിയങ്ങളുടെ പ്രവൃത്തികൾ. അപ്പോൾ ഇത് 5 കൂട്ടി ചേർത്താൽ 10 എണ്ണായി. അപ്പോൾ ഇവിടെ അതല്ലല്ലോ പറഞ്ഞ 11 അതെന്താണ്? അടുത്തത് പറയാണ്, ഇതൊക്കെ കഴിഞ്ഞിട്ട് അഭിജൽപശില്പാഹ ഏകാദശം സ്വീകരണം മമേതി. ഈ ബാക്കിയുള്ളതൊക്കെ കൂടി ചേർത്ത്, അതായത് ബാക്കി 11ാമത്തത് ഏതാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതിനെയൊക്കെ മമ ഇതി സ്വീകരണം, എൻ്റേതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. മമ ഇതി സ്വീകരണം, അതാണ് ആ ഞാൻ എന്ന ഭാവം എന്ന് കഴിഞ്ഞതിൽ നമ്മൾ പറഞ്ഞത്. ആ ഭാവത്തിലേക്കാണ്
ഇതെല്ലാം കയറി ചെന്ന് പോകുന്നത്, കയറി എത്തുന്നത്. മമേതി സ്വീകരണം. അങ്ങനെ 11 എണ്ണമായിട്ടാണ് ഈ മനസ്സിൻ്റെ വൃത്തികളെ പറ്റി പറയണത്. അല്ലെങ്കിൽ ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, ഇതൊക്കെ കൂടിച്ചേർന്ന് എവിടെയാണോ എത്തുന്നത് അതും കൂടി ചേർത്തുകൊണ്ട് 11 എണ്ണം ആണല്ലോ. കഴിഞ്ഞതിൽ നമ്മൾ അങ്ങനെയാണ് എണ്ണിയത്. പക്ഷെ 12 എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട് അത്രേ. അതാണ് ഇവിടെ പറയണത്. ശയ്യാമഹം ദ്വാദശമേക ആഹു. ഏകഹ ആഹു. ഏകഹ എന്ന് പറഞ്ഞാലോ ഏകേ ആഹു, ഏക ആഹു. ഏകഹ എന്നല്ല, ഏക ആഹു എന്നുള്ളത് കൊണ്ട് ഏകേ ഒരു കൂട്ടർ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ. അപരേ, ഏകേ എന്നൊക്കെ പറയുമ്പോൾ സംസ്കൃതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കൂട്ടർ. 11 എണ്ണം എന്ന് പറയുന്ന ഒരു കൂട്ടര്, മറ്റൊരു കൂട്ടർ പറയുന്നു 12 എണ്ണമുണ്ട് ഉള്ളിലുള്ള തത്വങ്ങൾ. എന്താണ് അതിനെ പറയുന്നത്? ശയ്യാമഹം. ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ളതായ ആ എവിടെയാണോ ഇതൊക്കെ കൂടി ചെന്നെത്തുന്നത് അതെല്ലാം കൂടി ചേരുന്ന മനസ്സ് അല്ലെങ്കിൽ ബുദ്ധിയുടെ ആ ഒരവസ്ഥയെ, അതൊക്കെ ഓരോ തലങ്ങളാണ്. നമുക്കതിനെ വേർതിരിച്ചെടുക്കുക പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം ഈ 11 എണ്ണവും കൂടിച്ചേർന്ന് കൊണ്ട് എവിടെ ചെന്ന് വിശ്രമിക്കുന്നുവോ. ശയ്യ എന്ന് പറഞ്ഞാൽ എന്താ? കിടക്കുക അല്ലേ? കിടക്കയ്ക്ക് പറയും, കട്ടിലിന് പറയും, ശയ്യ എന്ന് പറയും. അതുതന്നെയാണ്. ഇതൊക്കെ കൂടി എവിടെയാണോ പോയി കിടക്കുന്നത് ആ ഭാവത്തിനെ, ആ അവസ്ഥയെ കൂടിച്ചേർത്തുകൊണ്ട് 12 വ്യാപാരങ്ങളുണ്ട് ഉള്ളിൽ എന്ന് ഒരു കൂട്ടർ പറയുന്നു. ആ അവിടെ എവിടെയാണോ ചെന്ന് കിടക്കുന്നത് അതിനെയൊന്നും കൂട്ടണ്ട എന്നാണെങ്കിൽ 11 എണ്ണം പറയുന്നു. പക്ഷെ 11 എണ്ണം എന്തായാലും ഉണ്ട്. ചില കൂട്ടർ 12 എണ്ണം എന്നും പറയുന്നുണ്ട്. ഇത് വെച്ചുകൊണ്ടുള്ള ജീവിതമാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതേ ഉള്ളൂ ജീവിതത്തിൽ. നമ്മുടെ ഇഷ്ടങ്ങളുണ്ടാവും, നമ്മുടെ താല്പര്യങ്ങളുണ്ടാവും, വേറെ പലരുടെ ഇഷ്ടങ്ങളുണ്ടാവും. പക്ഷെ ഇതൊക്കെ ചെയ്യുന്നത് ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ടും, ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ടും കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ടും. എല്ലാവരും കൂടി ചൊല്ലാം. ഗന്ധാകൃതി സ്പർശരസശ്രവാംസി വിസർഗരത്യർത്യഭിജൽപശില്പ ഏകാദശം സ്വീകരണം മമേതി ശയ്യാമഹം ദ്വാദശമേക ആഹു. അങ്ങനെ പറയപ്പെട്ടിരിക്കുന്നു എന്നാണ്. ആഹു എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടിരിക്കുന്നു, പറഞ്ഞിട്ടുണ്ട്. പലരും പറയുന്നുണ്ട് ഏകേ ആഹു. അപ്പോൾ 2 തരത്തിലുള്ള അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട്. ഇനി എങ്ങനെ ഇതിൽ നിന്ന് അടർത്തണം, അതാണ് നമുക്കാർക്കും പറ്റാത്തത്. അതാണ് പറയണത്. മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്, ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്.